ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ.സി. ജൂനിയർ എഴുതിയ നോവൽ ഇരുണ്ട താഴ്വര. അധ്യായം 1. ഇരട്ടക്കുതിരകളെ പൂട്ടിയ വണ്ടിയുടെ ചലനം നിലച്ചു കഴിഞ്ഞപ്പോൾ ജോൺ മാർട്ടിൻ തല പുറത്തേക്കിട്ട് ചുറ്റും നോക്കി. കുറേ അകലെ ഒരു കുടിൽ കണ്ടു. ഇനി വണ്ടി മുന്നോട്ട് പോവില്ല. വണ്ടിക്കാരൻ്റെ പിറുപിറുപ്പ് കേട്ടു. അയാളുടെ നാവ് ഊരി വീണു പോയിട്ടില്ലല്ലോ എന്ന് മാർട്ടിൻ ആശ്വസിച്ചു. കാരണം ബുവാങ് ഗ്രാമത്തിൽ നിന്നുള്ള ഈ ദീർഘദൂര യാത്രയ്ക്കിടയിൽ ഒരക്ഷരം പോലും അയാൾ സംസാരിച്ചിരുന്നില്ല. മാർട്ടിൻ കിറ്റെടുത്ത് ചുമലിൽ തൂക്കിക്കൊണ്ട് പുറത്തേക്ക് ചാടി. അങ്ങനെ ചാടാൻ മാത്രം ഉത്സാഹം തോന്നിയിരുന്നു. വണ്ടിക്കാരൻ കിതച്ചു നിൽക്കുന്ന കുതിരകളുടെ വായിലൂടെയും മൂക്കിലൂടെയും നുരഞ്ഞിറങ്ങി വന്ന പതയൊപ്പുകയാണ്. എന്നിട്ട് അഭിമാനത്തോടെ അവരുടെ ചുമലിൽ 2 തട്ടി കഴുത്തിൽ തലോടി. വണ്ടി കുറേ ദൂരം കൂടി മുന്നോട്ട് പോകാമായിരുന്നെന്ന് മാർട്ടിന് തോന്നി. അത് പറയാനായി വണ്ടിക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി. യാത്ര പുറപ്പെട്ടപ്പോൾ മുതൽ അയാളുടെ മുഖത്ത് കണ്ട ഭയവും കഠിനമായ കുറ്റബോധവും ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. മാർട്ടിന് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. ഇരട്ടിത്തുക വാടക കൊടുത്തിട്ടാണ് അയാൾ തന്നെ ഇവിടെ എത്തിച്ചത്. എങ്കിലും ചത്തില്ലല്ലോ, അതുതന്നെ വലിയ കാര്യം. എത്രയോ വണ്ടിക്കാരെ സമീപിച്ചതാണ്. എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആരും യാത്രയ്ക്ക് തയ്യാറായില്ല. എല്ലാവർക്കും ഭയമായിരുന്നു. ഇയാൾ മാത്രം തയ്യാറായി. പക്ഷേ ഭയങ്കരമായൊരു കുറ്റകൃത്യം ചെയ്തവൻ്റെ ഭാവമാണിപ്പോൾ. അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വണ്ടിയുമായി ഇവിടെ വരണം. ഞാനിവിടെ ഉണ്ടാകും, മാർട്ടിൻ വണ്ടിക്കാരൻ്റെ നേർക്ക് പറഞ്ഞു. വണ്ടിക്കാരൻ ചുണ്ടുകൂട്ടി വികൃതമായി ചിരിച്ചു. പറഞ്ഞതിൽ അയാൾക്ക് വിശ്വാസമില്ലെന്ന് മാർട്ടിന് മനസ്സിലായി. വാടക മുൻകൂർ തന്നാൽ ഞാൻ വണ്ടിയുമായി വരും. നിങ്ങളെ കണ്ടില്ലെങ്കിലും എനിക്ക് നഷ്ടം വരരുത്, വണ്ടിക്കാരൻ പറഞ്ഞു. എന്നെ കാണുകയില്ലെന്ന് അത്രമേൽ ഉറപ്പുണ്ടോ? മാർട്ടിൻ വിസ്മയത്തോടെ ചോദിച്ചു. ബ്ലാക്ക് വാലിയിലേക്ക് പോകുന്നവർ തിരിച്ചു വരാറില്ല, മാർട്ടിൻ മറുപടിയായി പരിഹസിച്ചു ചിരിച്ചു. എന്നിട്ട് പണം എണ്ണിക്കൊടുത്തു. നിങ്ങൾ ആവശ്യപ്പെട്ട തുക, പക്ഷെ ഞാൻ തിരിച്ചു വരും, അത് മറക്കേണ്ട. പണം വാങ്ങി പോക്കറ്റിലിട്ട് കൊരടാവ് ചുഴറ്റിക്കൊണ്ട് വണ്ടിക്കാരൻ പിറുപിറുത്തു. പണത്തിനു വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്തു. എൻ്റെ ദാരിദ്ര്യം മൂലം വാസ്തവത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ പറയാമല്ലോ, നിങ്ങൾ മടങ്ങിപ്പോരാൻ ഇനിയും 5 മിനിറ്റ് സമയം കൂടിയുണ്ട്. അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. വളരെ നന്ദി, നിങ്ങൾ പോയിക്കൊള്ളൂ. അവസാനത്തെ സന്ദർഭം. വണ്ടി തിരിച്ചുകൊണ്ട് അയാൾ മുരണ്ടു. തവിട്ട് നിറമുള്ള പൂഴിയിൽ കുതിരക്കുളമ്പുകൾ പൊതിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച, മാർട്ടിൻ വിളിച്ചു പറഞ്ഞു. വണ്ടിക്കാരൻ അത് കേട്ട് കാണുകയില്ല. കുതിരകൾ കുതിച്ചു കഴിഞ്ഞിരുന്നു. അതും തവിട്ട് നിറമാർന്ന മലഞ്ചെരുവിലേക്കിറങ്ങി അപ്രത്യക്ഷമായി. മാർട്ടിൻ തിരിഞ്ഞ് തവിട്ട് നിറമുള്ള പൂഴി കൊണ്ട് മൂടപ്പെട്ട തരിശുഭൂമി, അതിനുമീതെ കത്തിയുരുകുന്ന വെയിൽ, പണ്ടെങ്ങോ തകർന്നടിഞ്ഞു പോയ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുവാനുണ്ട്. ഒരൊറ്റ വൃക്ഷമോ ചെടികളോ ഒന്നുമെങ്ങുമില്ല. കുറച്ചകലെ കണ്ട കുടിലിന് നേർക്ക് മാർട്ടിൻ നടന്നു. കുടിലിന് മുമ്പിലൊരു പഴകിപ്പൊളിഞ്ഞ മരപ്പെട്ടി എടുത്തിട്ട് അതിനു മീതെ ഒരു വൃദ്ധൻ കൂനിക്കൂടിയിരിക്കുന്നു. വിരലുകളിലെ നീണ്ടു ചെളി പിടിച്ച നഖങ്ങൾ കൊണ്ട് അയാൾ കറുത്തു ഞൊറിഞ്ഞു തൂങ്ങിയ തൊലിക്കു മീതെ മാന്തി ചെതുമ്പൽ പോലെയുള്ള പൊരി ഇളക്കുകയാണ്. അസ്ഥിക്കൂടിനെ കറുത്ത തൊലി കൊണ്ട് പൊതിഞ്ഞതുപോലെയുള്ള രൂപം. കിഴവനും കണ്ണുകളുണ്ടെന്ന് തോന്നുമായിരുന്നില്ല. നരച്ച പുരികത്തിനു താഴെ 2 കുഴികൾ. മാർട്ടിൻ ചെന്നപ്പോൾ ആ കുഴികളിൽ ചലനമുണ്ടായി. വെളുത്ത പാട ദൃശ്യമായി. ഏകദേശം 1 നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള ആ രൂപം ഒന്നിളകിയിരുന്നു. അവനിങ്ങോട്ട് വന്നില്ല അല്ലേ? വന്നാൽ ഞാൻ ചീത്ത പറയുമെന്ന് അവനറിയാം. വൃദ്ധൻ പിറുപിറുത്തു. ആരുടെ കാര്യമാണ്? ആ വണ്ടിക്കാരൻ. വണ്ടി ഇവിടെ കൊണ്ടുവരാതെ അവൻ അവിടെ നിർത്തിയിറക്കിയിട്ട് തിരിച്ചുപോയി. ഇവിടെ നിന്ന് ബ്ലാക്ക് വാലിയിലേക്ക് എത്ര ദൂരമുണ്ട്? കിഴവൻ അത് കേട്ടില്ലെന്ന് തോന്നി. അയാൾ കഴുത്ത് മുന്നോട്ട് നീട്ടി. മാർട്ടിൻ ചോദ്യം ആവർത്തിച്ചു. കിഴവൻ മുട്ടത്തോടിൻ്റെ നിറമുള്ള കണ്ണുയർത്തി അയാളെ നോക്കി. അല്പനേരം ചിന്താധീനനായിരുന്നു. പല്ലുകൾ കൊഴിഞ്ഞ് ചുളിഞ്ഞു ഞൊറിഞ്ഞ ആ മുഖത്ത് ഭയത്തിൻ്റെ ലാഞ്ചന തെളിഞ്ഞു. കൃത്യമായിട്ടറിയില്ല. 50 മൈൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടേക്ക് ആരും പോകാറില്ല. ഞാൻ പോവുകയാണ്. കിഴവൻ അവിശ്വാസത്തോടെ അയാളെ തുറച്ചു നോക്കി. പോയവർ ആരും തിരിച്ചു വന്നിട്ടില്ല. തേഞ്ഞ ശബ്ദം. പലരും എന്നോട് പറഞ്ഞു. എന്നാലും ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. കിഴവൻ ഏങ്ങി ചിരിച്ചു. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? മാർട്ടിൻ ചോദിച്ചു.
വൃദ്ധൻ കുടിലിനുള്ളിലേക്ക് നോക്കി റെഡ് ഇന്ത്യൻ ഭാഷയിൽ എന്തോ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ മുഷിഞ്ഞ വേഷം ധരിച്ച് കാണാൻ കൊള്ളാവുന്ന ഒരു യുവതി ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. മാർട്ടിൻ വെള്ളം കുടിച്ചിട്ട് പാത്രം തിരിച്ചു നൽകി. യുവതി അയാളെ ഒന്ന് നോക്കി. നിസ്സംഗതയാണ് അവളുടെ കണ്ണുകളിൽ മാർട്ടിന് കാണാൻ കഴിഞ്ഞത്. എനിക്ക് രാത്രി തങ്ങാൻ സൗകര്യം തരാമോ? ഇന്നിനി പോയാലും ഞാൻ ബ്ലാക്ക് വാലിയിൽ എത്തുകയില്ല. അതിരാവിലെ ഞാൻ സ്ഥലം വിട്ടുകൊള്ളാം. 50 മൈൽ നടക്കണമല്ലോ. കിഴവൻ അയാളെ അടിമുടി നോക്കി അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് താല്പര്യമില്ലാതെ പറഞ്ഞു, ബ്ലാക്ക് വാലിയിൽ പോകുന്നവർക്ക് എൻ്റെ കുടിലിൽ ഞാൻ ഇടം കൊടുക്കുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുടിലിൻ്റെ ഉമ്മർത്ത് കഴിച്ചുകൂട്ടാം. ഒരു ബെഞ്ചും 2-3 ചാക്കും ഞാൻ തരാം. അത് ധാരാളം മതി. മാർട്ടിൻ കിറ്റ് താഴെ വെച്ചു. കുടിക്കാനല്ലാതെ വെള്ളം ചോദിച്ചേക്കരുത്. ഈ മരുഭൂമിയിൽ വെള്ളമില്ലെന്ന് കാണാമല്ലോ. എൻ്റെ മക്കൾ ദൂരെ നിന്ന് കൊണ്ടുവന്ന് തരുന്നതാണ്. മാർട്ടിനെ ഇരിക്കാൻ വേണ്ടി പഴകി ദ്രവിച്ചു തുടങ്ങിയ ഇളകുന്ന കാലുകളുള്ള ഒരു ബെഞ്ച് യുവതി ബെത്തപ്പെട്ട് വലിച്ചും നിരക്കിയും ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. രാത്രിയിൽ യുവതി ചോളം വേവിച്ചത് ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് മാർട്ടിന് കൊടുത്തു. അയാൾ രുചിയോടെ അത് കഴിക്കുന്നത് നോക്കി കൗതുകത്തോടെ അവൾ നിന്നു. നിലാവെളിച്ചമുണ്ടായിരുന്നു. ഭൂമിക്കും ഇരുണ്ട തവിട്ട് നിറമായി. കണ്ണെത്താത്തിടത്തോളം തവിട്ട് നിറമുള്ള കുന്നുകളും താഴ്വരകളും, ഒരു മരമോ ഇലയോ ഇല്ലാത്ത വരണ്ട ഭൂമി. ഒരു പക്ഷിയെപ്പോലും കാണാനില്ല. വൃദ്ധൻ അയാളുടെ അടുത്ത് വന്നിരുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങൾ തനിച്ച് താമസിക്കാൻ കാരണമെന്താണ്? എനിക്ക് അത്ഭുതം തോന്നുന്നു. മാർട്ടിൻ ചോദിച്ചു. എന്തിനു താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ കുറേ പറയാനുണ്ട്. അനേകം നൂറ്റാണ്ടുകളായി ഇതായിരുന്നു ഞങ്ങളുടെ ഗ്രാമം. അനേകം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? കിഴവൻ പ്രാന്തങ്ങളിലേക്ക് കൈ ചൂണ്ടി. തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങൾ നിലാവത്ത് കാണപ്പെട്ടു. നരച്ച ചെമ്പിച്ച് പുകഞ്ഞ താടിമീശ തടവിക്കൊണ്ട് കിഴവൻ തുടർന്നു. എൻ്റെ ചെറുപ്പകാലത്ത് പോലും ഈ ഗ്രാമം ആൾപ്പാർപ്പുള്ളതായിരുന്നു. പിന്നീട് അനേകം വർഷം നീണ്ടുനിന്ന വരൾച്ച മൂലം ഇവിടെ നശിച്ചു. സസ്യങ്ങൾ വെന്തുപോയി. മൃഗങ്ങൾ ചത്തൊടുങ്ങി. പക്ഷികൾ എങ്ങോ പറന്നുപോയി. ആളുകൾക്കും പകർച്ചവ്യാധി പിടിപെട്ടു. വളരെ പേർ മരിച്ചു. ബാക്കിയുണ്ടായിരുന്നവർ എല്ലാം വാരിക്കെട്ടി ഈ ഗ്രാമത്തെ ഉപേക്ഷിച്ചു പോയി. എൻ്റെ ഭാര്യയും മക്കളും പോയി. വരൾച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 60 വർഷത്തോളമായി. നിങ്ങൾ മാത്രം പോകാതിരുന്നതെന്ത്? അത് ഞാൻ പറയാം. ഞങ്ങൾ റെഡ് ഇന്ത്യക്കാരാണെന്ന് അറിയാമല്ലോ. ഞാൻ അവരുടെ തലവനായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ഗ്രാമമാണിത്. എനിക്ക് ഈ മണ്ണ് ഉപേക്ഷിച്ചു പോകാൻ സാധ്യമല്ല. എനിക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാമായി ആഴ്ചയിലൊരിക്കൽ എൻ്റെ മക്കൾ കുതിരവണ്ടിയിൽ ഇവിടെ വരും. തിരിച്ചു പോകാൻ നേരത്ത് എന്നെ കൂടെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. ഓ, ഞാൻ പോവുകയില്ല ഒരിക്കലും. അതവർക്കറിയാം. വൃദ്ധൻ കിതപ്പോടെ നിർത്തി. ഈ പെൺകുട്ടി നിങ്ങളുടെ മകളാണോ? അല്ല, എൻ്റെ പേരക്കുട്ടി. പക്ഷേ അവളൊരു വിധവയായിപ്പോയി. വിവാഹശേഷം വളരെ നാൾ കഴിയും മുൻപേ അവളുടെ ഭർത്താവ് നദിയിൽ വീണ് മരിച്ചു. പിന്നെ അവൾ എൻ്റെ അടുത്തേക്ക് പോന്നു. ഇവിടെ അവളുടെ ദുഃഖത്തിനും എൻ്റെ ഓർമ്മകൾക്കും നിങ്ങളെപ്പോലെ ഒരാൾ വല്ലപ്പോഴും വരുന്നതുവരെ ശല്യമൊന്നുമില്ല. ഇവിടെ വരുന്നവരോടെല്ലാം ഞാൻ പറയും, ബ്ലാക്ക് വാലിയിൽ പോകരുതെന്ന്. എൻ്റെ മരണം വരെ ഞാൻ പറയും. നിങ്ങളോടും പറയുകയാണ്, അവിടെ പോകരുത്. അത് എന്തുകൊണ്ടാണെന്ന് പറയൂ. എന്തുകൊണ്ടാണെന്നോ? അവിടെ പോയവർ തിരിച്ചു വന്നിട്ടില്ലെന്ന ഒറ്റ കാരണം മതിയല്ലോ. വെറുതെ അതൊന്ന് കാണാൻ പോയവരുണ്ട്. പടച്ചട്ടയും തൂക്കുമായി പോയവരുണ്ട്. വാളും കുന്തവുമായി സംഘം ചേർന്ന് പോയവരുണ്ട്. ആരും തിരിച്ചു വന്നില്ല. ആരും. ഞാനൊരു സംഗതി പറയാം. അവിടെ ഒരു കോട്ടയുണ്ട്. റെഡ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കഴുകന്മാരും ചെന്നായ്ക്കളുമാണ് അവിടെ താമസിക്കുന്നത്. അവരുടേതാണ് ആ വലിയ കോട്ട. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ പറഞ്ഞു, ആരും കോട്ട കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവർക്ക് തിരിച്ചു വരാനും സാധിച്ചിട്ടില്ല. ഈ സംഗതി അനേകം നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ തലമുറകൾ കൈമാറിപ്പോരുകയാണ്. ബ്ലാക്ക് വാലിയിലേക്ക് അവസാനമായി ആരാണ് പോയത്? ഓർമ്മയുണ്ടോ? വൃദ്ധൻ്റെ നെറ്റി ചുളിഞ്ഞു. ഞാൻ ഓർക്കുന്നു. ആർതർ ക്രിസ്റ്റി എന്നായിരുന്നു അയാളുടെ പേര്. 23 വർഷം മുൻപ്. അയാളോടും ഞാൻ പറഞ്ഞു പോകരുതെന്ന്. പോയവർ തിരിച്ചു വന്നിട്ടില്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് കേൾക്കാൻ പോലും അയാൾ നിന്നില്ല. അയാളൊരു കുതിരപ്പുറത്താണ് വന്നിറങ്ങിയത്. റൈഫിൾ തോളിൽ തൂക്കി, കാലുകൾ അല്പം അകറ്റി, കൈകൾ തൂക്കിയിട്ട് നെഞ്ചു വിരിച്ച് ആജാനുബാഹുവായ ആ പരുക്കൻ മനുഷ്യൻ
എൻ്റെ മുൻപിൽ നിന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ആ നിൽപ്പ് കണ്ടാലറിയാം, ചെകുത്താനെപ്പോലും അയാൾ എതിർത്ത് തോൽപ്പിക്കുമെന്ന്. ആരെയും കൂസാത്ത ഒരു ധീരൻ. അയാളെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതി. ആ വരവിനായി കാത്തിരുന്നു. എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ, എത്രയോ വർഷങ്ങൾ. അയാൾ വന്നില്ല. വൃദ്ധൻ ദുഃഖത്തോടും പേടിയോടും കൂടി പറഞ്ഞു. 23 വർഷം. അധ്യായം 2. ഒച്ചയനക്കമില്ലാത്ത രാത്രി. ജോൺ മാർട്ടിന് അത് വിസ്മയകരമായി തോന്നി. അഗാധമായ നിശബ്ദത. ഇടയ്ക്കിടെ കറുത്ത തുണ്ടുമേഘങ്ങളിൽ കുടുങ്ങി നിഷ്പ്രഭനാകുന്ന ചന്ദ്രൻ. വളരെ സമയം മൗനം ആചരിച്ചതിനു ശേഷം കിഴവൻ ചോദിച്ചു, പോകാൻ തന്നെ തീരുമാനിച്ചോ? ഉവ്. 50 മൈൽ ദൂരം തനിച്ച്, കാൽനടയായി, അതും ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി. ഒരുപക്ഷെ യാത്രക്കിടയിൽ ഒരു വീടോ മനുഷ്യരെയോ കാണാൻ പറ്റില്ലെന്നുണ്ടോ? കിഴവൻ കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം അതും നിലച്ചു. അയാൾ ഭീതിതമായ ഒരു ഓർമ്മയിൽ ലയിച്ചു. മുട്ടത്തോടിൻ്റെ നിറമുള്ള കണ്ണുകൾ പുറത്തേക്ക് തള്ളി. താടിരോമങ്ങൾ വിറകൊണ്ട് സ്വപ്നത്തിലെന്ന പോലെ അയാൾ പറയാൻ തുടങ്ങി. ഉണ്ട്, 50 മൈൽ നീളുന്ന യാത്രക്കിടയിൽ വീടുകളുണ്ട്, മനുഷ്യരുണ്ട്. അതും മുത്തച്ഛൻ പറഞ്ഞിരുന്നു. നിങ്ങൾ നടന്നു പോകേണ്ട മലമ്പാതയ്ക്ക് ഇരുവശവും 100 കണക്കിന് വീടുകളുള്ള അനേകം ഗ്രാമങ്ങൾ നിങ്ങൾക്ക് കാണാം. അതുമാത്രമല്ല, മന്ദിരങ്ങൾ, കൊട്ടാരങ്ങൾ, ഹുണ്ടിക കെട്ടിടങ്ങൾ, കോട്ടകൊത്തളങ്ങൾ, പാണ്ഡികശാലകൾ, സൈനിക പാളയങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യർ, ഇവയെല്ലാം ഉള്ളൊരു വലിയൊരു നഗരവും നിങ്ങൾ കാണും. ഉച്ചത്തിലുള്ള ചിരിയും കരച്ചിലും അട്ടഹാസവും അലർച്ചയും കേൾക്കാം. രാജാക്കന്മാരും രാജ്ഞിമാരും രഥത്തിൽ എഴുന്നള്ളുന്നതും പ്രഭുക്കളും വെള്ളികെട്ടിയ കുതിരവണ്ടികളിൽ പാഞ്ഞകലുന്നതും കുതിരപ്പടകൾ ചാട്ട ചുഴറ്റി ചിനച്ചു മൂളി കൊള്ളിമീൻ പോലെ ചുരങ്ങളിലേക്ക് പാഞ്ഞു കയറുന്നതും നിങ്ങൾക്ക് കാണാം. എന്നാൽ നിങ്ങളെ ആരും കാണുകയില്ല. വൃദ്ധൻ നായയെപ്പോലെ കിതച്ചുകൊണ്ട് തുടർന്നു. ഇതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ രാത്രിയിൽ പോകണം. പകൽ നരിച്ചീറുകളല്ലാതെ യാതൊന്നും നിങ്ങൾക്ക് കാണാനൊക്കുകയില്ല. അയാൾ തളർന്നു കുഴഞ്ഞ് കിതപ്പോടെ കാൽമുട്ടുകൾക്കിടയിൽ മുഖം തിരുകിയിരുന്നു. ഭയാനകമായ മൂകത അവിടെ കളിയാടി. വളരെ സമയത്തിന് ശേഷം വൃദ്ധൻ തേഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടേക്ക് പോകണമെന്ന്? മാർട്ടിൻ അല്പം ഒന്ന് പതറി. എനിക്ക് പോകണം, പോകാതെ വയ്യ. വർഷങ്ങളായി ഞാൻ ബ്ലാക്ക് വാലിയെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. വെറുമൊരു ഐതിഹ്യമാണെന്ന് കരുതി. ഇപ്പോൾ അതൊന്ന് കാണാൻ ഇറങ്ങിത്തിരിച്ചതാണ്. ഞാൻ പിന്മാറുകയില്ല. കിഴവൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് കുടിലിനുള്ളിലേക്ക് പോയി. കുടിലിൻ്റെ വാതിലടഞ്ഞു. ജോൺ മാർട്ടിൻ കാലിളകുന്ന ബെഞ്ചിൽ നീണ്ടു നിവർന്നു കിടന്നു. വേനൽക്കാലങ്ങളിലെ പോലെ തെളിഞ്ഞതും നക്ഷത്രനിബിഡവുമായ ആകാശം. അയാൾ ആകാശം നോക്കിക്കിടന്നു. അയാൾ ഉറങ്ങി. വൃദ്ധൻ അയാളെ അറിയിച്ചതെല്ലാം ഉറക്കത്തിൽ ദുസ്വപ്നങ്ങളായി തെളിഞ്ഞു. അയാൾ ബ്ലാക്ക് വാലി കണ്ടു. യാത്രക്കിടയിൽ അതിപുരാതനമായ നഗരങ്ങൾ കണ്ടു. ബ്ലാക്ക് വാലിയിലെ ഇരുണ്ട കോട്ട കണ്ടു. അതിൻ്റെ ഉടമസ്ഥരായ കഴുക്കളെയും ചെന്നായ്ക്കളെയും കണ്ടു. അയാളൊരു പിഞ്ചു കുഞ്ഞായിരുന്നു. അവറ്റകൾ അയാളെ തട്ടിയെടുത്ത് കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുചെന്ന് കൊത്തിപ്പറിച്ചും കടിച്ചു ചീന്തിയും അയാളുടെ മാംസം മുഴുവൻ തിന്നു. രക്തം മുഴുവൻ കുടിച്ചു പറ്റിച്ചു. ജോൺ മാർട്ടിൻ ഞെട്ടിയുണർന്നു. അദൃശ്യനായ ഒരാൾ അടുത്തു നിൽപ്പുണ്ടെന്ന് തോന്നി. അയാൾ ചുറ്റും പകച്ചു നോക്കി. ആരുമില്ല. എങ്കിലും ആരുടെയോ സാന്നിധ്യം അനുഭവപ്പെടുന്നു. നിലാവ് അസ്തമിച്ചിരുന്നു. ആകാശത്തിൻ്റെ പ്രഭ മങ്ങി. നക്ഷത്രങ്ങൾ മാത്രം പിന്നെയും തിളങ്ങി. ഭൂമിയിൽ കടും തവിട്ട് നിറമുള്ള ഇരുട്ട് വ്യാപിച്ചു കിടന്നു. ആകാശത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ വളരെ നേരം ഉറങ്ങാതെ കിടന്നു. പിന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതിരാവിലെ അയാൾ ഉണർന്ന് കിറ്റുമുറുക്കി. റെഡ് ഇന്ത്യൻ യുവതി തയ്യാറാക്കി കൊടുത്ത ചൂട് ചായ കുടിച്ചു. ഉദയത്തിനു മുൻപേ അയാൾ യാത്രയ്ക്കൊരുങ്ങി. ചൂട് തോന്നിച്ച പ്രഭാതമായിരുന്നു അത്. താഴ്വരകളിൽ അപ്പോഴും ഇരുട്ട് തങ്ങി നിന്നിരുന്നു. പൂർവ്വ ചക്രവാളത്തിൽ ഉദയത്തിൻ്റെ വിളറിച്ചുവന്ന ദീപ്തി ദൃശ്യമായി. ആകാശം ഘനീഭവിച്ചതുപോലെ തോന്നിച്ചു. കിഴവൻ ബെഞ്ചിൽ വന്ന് കൂനിക്കൂടിയിരുന്ന് നിരാശയോടെ മാർട്ടിനെ നോക്കി. നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ഉദയത്തിനു മുൻപേ പുറപ്പെട്ടാൽ. യാത്രക്കിടയിൽ സമയം പാഴാക്കാതിരിക്കുകയാണെങ്കിൽ അസ്തമയത്തിന് മുൻപേ എത്തിയേക്കും. അല്ലെങ്കിൽ എന്തിന്? അവിടെ ഉദയാസ്തമയങ്ങൾ കാണുകയില്ല. നിങ്ങൾ നശിക്കാൻ പോവുകയാണ്. എനിക്ക് ദുഃഖമുണ്ട്. മാർട്ടിൻ ഭാണ്ഡം ചുമലിൽ തൂക്കി. ഞാൻ തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഇനി വരുന്നയാളോട് നിങ്ങൾ പറയുക, അവസാനമായി ബ്ലാക്ക് വാലിയിലേക്ക് പോയത് ജോൺ മാർട്ടിൻ എന്നൊരു പത്രപ്രവർത്തകനാണെന്നും അയാൾ ഒരിക്കലും തിരിച്ചു വന്നില്ലെന്നും. കിഴവൻ മടുപ്പോടെ തലയാട്ടി.
അയാളുടെ സൽക്കാരത്തിന് നന്ദി പറഞ്ഞിട്ട് മാർട്ടിൻ പ്രഭാതത്തിലേക്കിറങ്ങി. ഇരു കൈകളും വീശി കാലുകൾ നീട്ടി അകറ്റിവെച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണി തീർത്തിരുന്നതും ഇപ്പോൾ ഇടിഞ്ഞുകുത്തി കുണ്ടും കുഴിയും വീണ് പൊടി മൂടിക്കിടന്നിരുന്നതുമായ പഴഞ്ചൻ മലമ്പാതയിലൂടെ ബ്ലാക്ക് വാലി ലക്ഷ്യമാക്കി അയാൾ വേഗതയിൽ നടന്നുപോയി. അവസാനം കിഴവനും കുടിലും ഇടിഞ്ഞ ശ്മശാനം പോലെയുള്ള ഗ്രാമവും അയാളുടെ പിന്നിൽ മാഞ്ഞു മറഞ്ഞു. നടക്കുന്നതിനിടയിൽ മാർട്ടിൻ ഭൂപടമെടുത്ത് നിവർത്തി. അമേരിക്കൻ ഐക്യനാടുകളുടെ വടക്ക് പടിഞ്ഞാറെ കൊളറാഡോയ്ക്കു സമീപ സ്ഥലങ്ങളായ യെല്ലോ ഹിൽസിലൂടെയാണ് താനിപ്പോൾ നീങ്ങുന്നതെന്നും അയാൾ കണ്ടുപിടിച്ചു. റോക്കി പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ ചക്രവാളത്തിൻ്റെ മടിത്തട്ടിൽ ഇരുണ്ട് കാണപ്പെട്ടു. ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഏകാന്ത നിതാന്തമായ നിശ്ചലതയിലും നിശബ്ദതയിലും അയാൾ ഒറ്റപ്പെട്ടു. 50 മൈൽ. മാർട്ടിൻ ഓർത്തു. ആകാവുന്നത്ര വേഗതയിൽ തളരാതെ നടന്നാൽ രാത്രിക്ക് മുൻപ് എത്തിയേക്കും. വെയിലുദിച്ചു. വെയിലിന് ചൂടേറി. 4 മണിക്കൂർ നേരത്തെ നടപ്പിന് ശേഷം അയാൾ ഒരിടത്തിരുന്ന് കിറ്റിനുള്ളിൽ നേരത്തെ കരുതിയിരുന്ന കേടുവരാത്ത ഭക്ഷണ സാധനങ്ങൾ എടുത്തു കഴിച്ചു. അതിനുശേഷം നടപ്പ് തുടർന്നു. ഉച്ചയ്ക്കും വഴിയോരത്തിരുന്ന് തന്നെ ആഹാരം കഴിച്ചു. ജീവന്റെ കണിക പോലും ശേഷിച്ചിട്ടില്ലാത്ത തവിട്ട് നിറമുള്ള പൊടി മൂടിക്കിടന്ന ഭൂവിഭാഗങ്ങളിലൂടെ അയാൾ കടന്നുപോയി. ഉച്ചതിരിഞ്ഞപ്പോൾ വരണ്ട ചൂടുകാറ്റ് വീശി തുടങ്ങി. ക്രമേണ അത് ആഞ്ഞടിച്ചു. മാർട്ടിൻ്റെ മുഖം വരണ്ട് ചുവന്നു. കവിളിലെ രക്തമയം വലിഞ്ഞുപോയി. ചുണ്ടും കണ്ണും കാറ്റേറ്റ് ചുട്ടുനീറി. ചിലപ്പോൾ വലിയ പൊടിപടലങ്ങൾ ഉയർന്നതിനാൽ ശ്വാസം വിടാൻ പോലും ക്ലേശിച്ചു. ഇടയ്ക്കിടെ സ്തൂപാകൃതിയിൽ പൊടിപടലമുയർന്നിരുന്നു. പൂഴിയുടെ ഗന്ധമായിരുന്നു വായുവിന്. മലമടക്കുകളിൽ കാറ്റിൻ്റെ ഭയങ്കരമായ മൂളൽ. മലമ്പാതയിൽ അത് വല്ലാതെ താളം വിട്ടു. മാർട്ടിൻ പൊടിയിൽ കുളിച്ചതുപോലെയായി. അയാളുടെ മുഖത്തും കൈകാലുകളിലും വസ്ത്രങ്ങളിലും ഒരടുക്ക് പൂഴി പിടിച്ചു. ചില സ്ഥലങ്ങളിൽ അനേകം വർഷങ്ങൾക്ക് മുൻപ് ഉണങ്ങിപ്പോയ കൂറ്റൻ വൃക്ഷങ്ങൾ ആകാശത്തേക്ക് കറുത്ത കൊമ്പുകൾ നീട്ടി നിൽക്കുന്നത് കണ്ടു. അഗ്നിപർവ്വത സ്ഫോടനം മൂലം വെന്തുപോയ ഭൂപ്രദേശം പോലെ തോന്നിച്ചു അവിടം. അനേകം നൂറ്റാണ്ടുകളുടെ പൊടി മൂടിയ പൊട്ടിപ്പൊളിഞ്ഞ മലമ്പാത പിന്നെയും നീണ്ടു. വലിയൊരു ചുരം ദൃശ്യമായി. ഇടതുവശത്ത് അത്യഗാധമായ ഗർത്തങ്ങൾ, വലതുവശത്ത് കുത്തനെ ഉയർന്നു പോകുന്ന മലങ്കെട്ടുകൾ, റോക്കിയുടെ ചിന്നിച്ചിതറിയ ശിഖരങ്ങൾ. സൂര്യൻ താഴേക്ക് ചാഞ്ഞിരുന്നതിനാൽ പർവ്വതങ്ങളെ ചുറ്റിപ്പിണഞ്ഞു കയറിപ്പോകുന്ന മലമ്പാതയും അഗാധ ഗർത്തങ്ങളും നിഴൽ മൂടിക്കിടന്നു. മാർട്ടിൻ ആരോഗ്യവാനായ യുവാവാണെങ്കിലും നിരന്തരമായ നടപ്പ് മൂലം ക്ഷീണിതനായി തളർന്നു. കൈകാലുകൾക്ക് കടച്ചിൽ അനുഭവപ്പെട്ടു. കനത്ത നിഴലാണ്ട് കിടന്ന ചുരത്തിലൂടെ ചക്രവാളത്തിലേക്കെന്ന വണ്ണം അയാൾ കയറിപ്പോയിക്കൊണ്ടിരുന്നു. വൈകുന്നേരത്തോടെ ചുരത്തെയാകമാനം അയാൾ പിന്തള്ളി. ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾക്ക് താഴെ ചെറിയൊരു മലയിടുക്കിൽ ആ മലമ്പാത ചെന്നുമുട്ടി. മലനിരകളിൽ ഭയാനകമായി മൂളിക്കൊണ്ടിരുന്ന കാറ്റ് നിലച്ചു. മാർട്ടിൻ ഭയാക്രാന്തനായി തീർന്നിരുന്നു. ഇവിടം ഭൂമിക്ക് വെളിയിലുള്ള ഒരു സ്ഥലമാണെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. മലമുകളിലെത്തിയ ശേഷം അയാൾ നടപ്പ് സാവധാനമാക്കി. ഇടുങ്ങിയ പാതയ്ക്കിരുവശവും ഗർത്തങ്ങൾ. മതിലിന് മുകളിലൂടെ നടക്കുന്ന അനുഭവം. അസ്തമയം കഴിഞ്ഞു. മലകൾ അവസാനിച്ചിട്ട് പെട്ടെന്ന് തുറന്നു കിട്ടിയ ഭൂമുഖം. പർവ്വതങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് സ്വതന്ത്രമായ ആകാശം. തീപിടിച്ച ചക്രവാളത്തിന് കീഴിൽ വ്യാപിച്ചു കിടക്കുന്ന ബ്ലാക്ക് വാലി. അസ്തമയത്തിൻ്റെ നിറമേറ്റ് വിളറി. ചുവപ്പിൽ നീലം പൊതിഞ്ഞിട്ടുണ്ട്. അതീതകാലം മുതൽ പരിണാമത്തിനധീനമാകാതെ നിലനിന്നു പോന്ന പ്രാചീന ഭൂതലം പോലെ, മൃത്യുവിൻ്റെ ജീവസ്വരൂപം പോലെ, കാലത്തിൻ്റെ തിരസ്കരണിക്കിപ്പുറത്ത് നിശ്ചലമായി കിടക്കുന്ന ഭയാനകമായ താഴ്വര. തട്ടുതട്ടായുള്ള കുന്നുകളിലൂടെ താഴേക്ക് ഊർന്നു പോകുന്ന താഴ്വാരത്തിൻ്റെ അഗാധതയിൽ ഒരു പഴഞ്ചൻ കോട്ടയും മങ്ങിക്കാണായി. അനേകം സാഹസികരെയും ഗവേഷകരെയും വിഴുങ്ങിയ ബ്ലാക്ക് വാലി. റെഡ് ഇന്ത്യൻ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന കഴുകന്മാരും ചെന്നായ്ക്കളും വസിക്കുന്ന കറുത്ത കോട്ട. മാർട്ടിൻ വിളറിത്തരിച്ചു നിന്നു. മുൻപിൽ കാണുന്ന എന്തിനേയും ഇരുണ്ട കണ്ണുകൾ കൊണ്ട് ഉറ്റുനോക്കി. മൂകമായി എന്നാൽ തീവ്രമായി ക്ഷണിക്കും വിധം മോഹനവും പൈശാചികവുമായ ഒരു ചൈതന്യം ബ്ലാക്ക് വാലിക്കുണ്ടെന്ന് മാർട്ടിന് തോന്നി. മൃത്യുവിൻ്റെ മൗന കീർത്തനങ്ങളുമായി കാത്തുകിടക്കുന്ന താഴ്വര മാർട്ടിനെ നിശബ്ദം ക്ഷണിച്ചു. വരൂ. ആര് പറഞ്ഞു തിരിച്ചു പോകാൻ കഴിയില്ലെന്ന്? തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോകാം. തിരിച്ച് 4 ചുവട് നടന്നാൽ ബ്ലാക്ക് വാലി പുറകിൽ അപ്രത്യക്ഷമാകും. കത്തിയമർന്ന ചക്രവാളത്തിന് കീഴിൽ സർവവും നിശ്ചലമായിരുന്നു. നേരിയ കാറ്റുപോലുമില്ല. അതിഭയാനകമായ നിശബ്ദതയും. ഭയങ്കരമായൊരു അത്യാഹിതം കാത്തിട്ടെന്ന പോലെ അന്തരീക്ഷം തെല്ലിട വീർപ്പിടക്കിയെന്ന് തോന്നി. തിരിച്ചു പോകാൻ മാർട്ടിൻ ഉത്കടമായി ആഗ്രഹിച്ചു.
എന്നാൽ അയാൾക്കതിന് കഴിഞ്ഞില്ല. അധ്യായം 3. മാർട്ടിൻ ഭയാക്രാന്തനായി. തിരിച്ചു പോകാനുള്ള അയാളുടെ ആഗ്രഹത്തെ ആരോ അടിച്ചമർത്തുന്നുണ്ടെന്ന് തോന്നി. ആരോ വിളിക്കുന്നുണ്ട്. നിശബ്ദമായ തീക്ഷ്ണമായ വിളിയൊച്ച. അയാളുടെ കാലുകൾ മുൻപോട്ട് തനിയെ നീങ്ങി. ആരോ വലിച്ചു കൊണ്ടുപോവുകയാണെന്ന് തോന്നി. സ്വബോധം നശിച്ച മനുഷ്യൻ ആടിയാടി ബ്ലാക്ക് വാലിയിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ബ്ലാക്ക് വാലിയിൽ കനത്ത നിഴൽ വ്യാപിച്ചു. നിഴലിനുള്ളിൽ കറുത്ത കോട്ട മുങ്ങിപ്പോയി. മാർട്ടിൻ പെട്ടെന്ന് നിന്നു. ആരോ പിടിച്ചു നിർത്തിയതാണെന്ന് അയാൾ ഭയപ്പെട്ടു. കറുത്ത മഞ്ഞുപടലം തന്നെ പൊതിഞ്ഞിരിക്കുന്നതായി അയാൾക്ക് തോന്നി. ചുറ്റുമുള്ള വായു സ്പന്ദിക്കുന്നതും മുൻപോട്ടും പിൻപോട്ടും അതിദ്രുതം ചലിക്കുന്നതും അനുഭവപ്പെട്ടു. ഹിമശിഖരങ്ങളിൽ നിന്ന് ഇഴുകിയിറങ്ങുന്ന ശീതക്കാറ്റിൻ്റെ പോലുള്ള തണുപ്പ് അയാളെ പൊതിഞ്ഞു. പശ്ചിമ ചക്രവാളത്തിൻ്റെ വെളിച്ചത്തിൽ കോട്ടകൾ തകർന്നടിയുന്നത് അയാൾ കണ്ടു. ചക്രവാളാന്തരങ്ങളിൽ നിന്ന് ഇരുട്ടിൻ്റെ പടച്ചട്ടി അണിഞ്ഞ് വാളും കുന്തവും പരിചയമേന്തി രാത്രിയുടെ പടയണി മുന്നേറുന്നതും ഭൂമിയിൽ സമുദ്രം പോലെ പടരുന്നതും കറുത്ത കുതിരപ്പടകളെപ്പോലെ കുളമ്പടി മുഴക്കി പാഞ്ഞു വരുന്നതും കാണായി. വിഭ്രാന്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് മാർട്ടിൻ സ്വയം പുച്ഛിച്ച് പതുക്കെ ചിരിച്ചു. വരണ്ട ചിരിയുടെ ചത്ത ശബ്ദം വേറൊരാളുടേതാണെന്ന് തോന്നി. താൻ ബ്ലാക്ക് വാലിയിൽ, ആർക്കും തിരിച്ചു പോകാൻ കഴിയാതിരുന്ന താഴ്വരയിൽ. അയാളുടെ രോമകൂപങ്ങളിൽ വിയർപ്പ് കിനിഞ്ഞു. ഭീതി അയാളെ ഗ്രസിച്ചു. ഒരിലയനക്കമോ കാറ്റിൻ്റെ മർമ്മരമോ ഇല്ലാതെ വിജൃംഭിച്ചു നിന്ന നിശബ്ദത അയാളെ ഭയപ്പെടുത്തി. മുൻപിൽ കാണപ്പെടുന്ന ഓരോ കല്ലിൻ്റെയും ഓരോ മണൽത്തരിയുടെയും പിന്നിൽ ചാടി വീണ് കടിച്ചു കീറാനായി പ്രേതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നി. ഒരു കൊടുങ്കാറ്റലറി വീശാൻ, പാറകൾ എഴുന്നേറ്റ് നിന്ന് അട്ടഹസിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതൊന്നും ഈ നിശബ്ദതയേക്കാൾ അയാളെ ഭയപ്പെടുത്തുകയില്ല. കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയ പലയിടത്തും ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയുടെ മുൻപിൽ അയാൾ എത്തി. ഭീമാകാരമായൊരു പ്രവേശന കവാടം. അതിനു മീതെ ദ്രവിച്ചു തുടങ്ങിയ സൈൻ ബോർഡ്. തേഞ്ഞുമാഞ്ഞ അവ്യക്തമായ അക്ഷരങ്ങൾ. ബ്ലാക്ക് വാലി എസ്റ്റേറ്റ്. കവാടത്തിൻ്റെ അഴികൾക്കിടയിലൂടെ മാർട്ടിനകത്തേക്ക് നോക്കി. വിശാലമായ കോട്ടയ്ക്കുള്ളിൽ ദാരുനിർമ്മിതമായ കാർമേഘത്തിൻ്റെ നിറമുള്ള കൂറ്റൻ മന്ദിരം. അത് ഇരുൾ മൂടി ഭീതിജന്യമായ നിഗൂഢതയുടെ പരിവേഷം പൂണ്ട് മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന അതിപുരാതനമായ രാജമന്ദിരം പോലെ കാണപ്പെട്ടു. ആരെയും കാണാനില്ല. അയാൾ ഊക്കോടെ ആഞ്ഞു തള്ളി. പെട്ടെന്നത് ഭയങ്കരമായ ശബ്ദഘോഷത്തോടെ ഇടിഞ്ഞു തകർന്നു വീണു. കോട്ടയുടെ ചില ഭാഗങ്ങളും പൊളിഞ്ഞു നിലം പതിച്ചു. മുഴക്കങ്ങൾ നിലച്ചു. മാർട്ടിൻ കോട്ടവാതിൽ കടന്നു. മണ്ണിടിഞ്ഞു നികന്നു പോയ കിടങ്ങിലൂടെ അയാൾ ഇറങ്ങിക്കയറി. കാവൽ ഗോപുരത്തിനടുത്തുകൂടി നീങ്ങുമ്പോൾ അദൃശ്യനായ ഒരാൾ തൻ്റെ കൂടെയുണ്ടെന്ന് മാർട്ടിന് തോന്നി. പിന്നെ സ്വയം പുച്ഛിച്ചു. അസാധാരണ ധൈര്യമുള്ള താൻ ഫ്ലോറിഡയുടെ ഉൾക്കടലുകളിലും ബർമുഡയുടെ ആഴങ്ങളിലും രഹസ്യങ്ങൾ തേടി തനിച്ചു പോയ താൻ പ്രേതഭൂമികളിലൂടെ ജൈത്രയാത്ര നടത്തിയ താൻ ഭയപ്പെടുന്നുവോ? കിറ്റിൽ നിന്നും ടോർച്ചെടുത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് അയാൾ മന്ദിരത്തിൻ്റെ വരാന്തയിൽ ചെന്ന് കയറി. നീളൻ വരാന്തയിൽ നിന്ന് മേൽക്കൂരയിലേക്ക് 100 കണക്കിന് തൂണുകൾ പാകിയിട്ടുണ്ട്. തറയിൽ 2 ഇഞ്ച് കനത്തിലുമുണ്ട് പൂഴി. മന്ദിരത്തിന് ഉള്ളിൽ നിന്നും എന്തെങ്കിലും ശബ്ദം കേൾക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഒരു ശബ്ദവും ഉണ്ടായില്ല. അത് ഭീമമൂകമായി നിലകൊണ്ടു. ബൂട്ടുകളുടെ ശബ്ദം നിശബ്ദതയെ നടുക്കിക്കൊണ്ടിരുന്നു. നീളൻ വരാന്തയിലൂടെ മാർട്ടിൻ നടന്നു. അടച്ചിട്ടിരിക്കുന്ന 100 കണക്കിന് ജനാലകളും വാതിലുകളുമല്ലാതെ ഒന്നും കാണാനായില്ല. ചതുരാകൃതിയിൽ അതിവിശാലമായി വ്യാപിച്ചു കിടന്ന ആ കെട്ടിടത്തെ വലം വയ്ക്കാൻ അയാൾ അരമണിക്കൂർ എടുത്തു. ഒരൊറ്റ ജീവിയെപ്പോലും കണ്ടതുമില്ല. അയാൾ മന്ദിരാങ്കണത്തിലേക്ക് ഇറങ്ങി. അത്യഗാധവും അതിവിശാലവുമായ ഖനിക്കുള്ളിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. ചക്രവാളങ്ങളെ തൊട്ടുനിന്ന പർവ്വതശൃംഗങ്ങൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങുന്ന കോട്ട കാണാമായിരുന്നു. ബ്ലാക്ക് വാലിയിൽ ഇരുൾ ചുഴലികൾ കുമിഞ്ഞുകുത്തി. ഇരുട്ടിൻ്റെ കനത്ത പാളികൾ മന്ദിരത്തെ പൊതിഞ്ഞു. മാർട്ടിൻ ധൈര്യം സംഭരിച്ച് പ്രധാന കവാടത്തിൽ മുട്ടിവിളിച്ചു. മറുപടി ഉണ്ടായില്ല. പതുക്കെ തള്ളി നോക്കി. പിന്നെ ഊക്കോടെ തള്ളിയപ്പോൾ വാതിൽ ഒന്നോടെ പൊളിഞ്ഞടർന്ന് ഉള്ളിലേക്ക് വീണു. മന്ദിരമാകെ കുലുങ്ങും വിധം ശബ്ദമുയർന്നു. അതിൻ്റെ മാറ്റുലികളും. മാർട്ടിനകത്തേക്ക് ടോർച്ചടിച്ചു. പൊടിപടലത്തിന് ഇടയിലൂടെ വിശാലമായ ഒരു ഹാൾ കണ്ടു. അയാൾ ഹാളിലൂടെ മുൻപോട്ട് പോയി. അതിലെ വായുവിന് ചൂടും ചൊടിപ്പിക്കുന്ന പഴക്കഗന്ധവും. ഹാളിൻ്റെ അങ്ങേയറ്റത്ത് അടഞ്ഞു കാണപ്പെട്ട വാതിലിൽ അയാൾ കരുതലോടെ ആഞ്ഞു തള്ളി. അതും പൊളിഞ്ഞു വീണു. പൊടി പറന്ന് എല്ലായിടവും വ്യാപിച്ചു. മാർട്ടിൻ ചുമയ്ക്കാനും തുമ്മാനും തുടങ്ങി. പൊളിഞ്ഞ വാതിലിനപ്പുറം ഒരിടനാഴി കാണപ്പെട്ടു. ഇടനാഴിയുടെ ഇരുവശത്തും ചുമരുകളിൽ അടഞ്ഞുകിടക്കുന്ന അനേകം വാതിലുകളും ജനാലകളും അയാൾ കണ്ടു. തള്ളിത്തുറന്നാൽ എല്ലാം കൂടി തൻ്റെ മേൽ പൊളിഞ്ഞടർന്ന് വീഴുമെന്ന് കരുതി അതിന് മെനക്കെട്ടില്ല.
ടോർച്ച് തെളിച്ചുകൊണ്ട് അയാൾ ഇടനാഴിയിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഇടനാഴി നാലായി പിരിഞ്ഞു. ഏതു വഴി പോകണമെന്ന് ഒന്നറച്ച ശേഷം അയാൾ വലതുവശത്ത് കണ്ട ഇടനാഴിയിലൂടെ മുന്നോട്ടു പോയി. കുറെ ചെന്നപ്പോൾ ആ ഇടനാഴിയും നാലായി പിരിഞ്ഞു. അതിലൊന്നിലൂടെ കുറെ മുൻപോട്ട് പോയി. അപ്പോൾ ചുമരും വാതിലുകളും തകർന്നു വീണ് വഴി അടഞ്ഞു പോയതായി കണ്ട് അയാൾ തിരിച്ചു വന്ന് മറ്റൊന്നിലൂടെ നീങ്ങി. ഓരോ ഇടനാഴിക്കും 100 കണക്കിന് അടി നീളമുണ്ട്. മന്ദിരം എത്രയോ വിശാലമാണെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. അടഞ്ഞുകിടന്ന ചില വാതിലുകൾ അയാൾ തള്ളിമറിച്ചിട്ടു. ഒരേ തരത്തിലുള്ള മുറികളാണ് കാണപ്പെട്ടത്. അവയെല്ലാം ശൂന്യവുമായിരുന്നു. വാതിലുകളും ചുമരുകളും ഇടിഞ്ഞു വീഴുമ്പോൾ പ്രകമ്പനം കൊണ്ടുയരുന്ന ശബ്ദം ക്രമേണ അയാളെ നടുക്കി തുടങ്ങി. ജീവനുള്ള ഏതെങ്കിലും കുറുക്കനോ പൂച്ചയോ എലിയോ ചിലന്തിയോ ഒരു ചെകുത്താനെങ്കിലും അവിടെ കാണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അയാൾ ആശിച്ചു. ഇടനാഴികളുടെ പിരിവുകളിലൂടെ അയാൾ പിന്നെയും പിന്നെയും നടന്നു. അനേകം ഇടനാഴികൾ, പിരിവുകൾ. പലപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് അയാൾ ആദ്യം കടന്നുപോയ ഇടനാഴികളിൽ തന്നെ വന്നെത്തുകയുണ്ടായി. എല്ലായിടവും ശൂന്യമായി കാണപ്പെട്ടു. അത് അയാളെ നിരാശപ്പെടുത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന രാജകൊട്ടാരങ്ങളുടെ അതേ മാതൃകയിൽ പണിതീർത്ത മന്ദിരമാണതെന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാം ദ്രവിച്ചു പൊടിഞ്ഞ് നിലം പതിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. ഇവിടെ വരാൻ മനുഷ്യർ എന്തിനാണ് ഭയപ്പെടുന്നതെന്നും എങ്ങനെയാണ് തിരിച്ചു പോകാൻ കഴിയാതെ വരുന്നതെന്നും അയാൾ വിസ്മയിച്ചു. കിഴവൻ പറഞ്ഞതെല്ലാം കെട്ടുകഥകളായിരിക്കാം. അല്ലെങ്കിൽ എവിടെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ചെന്നായ്ക്കളും കഴുകന്മാരും? തനിക്ക് മുൻപേ ഇവിടെ വന്നവർക്ക് എന്താണ് സംഭവിച്ചത്? ഏതായാലും മന്ദിരത്തിന് പുറത്തു കടക്കാൻ അയാൾ തീരുമാനിച്ചു. മന്ദിരത്തിന്റെ നീളൻ വരാന്തയിൽ കിടന്നുറങ്ങിയിട്ട് നാളെ പകൽ ഇവിടെയെല്ലാം സൂക്ഷ്മ പരിശോധന നടത്താമെന്നും കരുതി അയാൾ കെട്ടിടത്തിന് പുറത്തേക്കുള്ള വഴി തേടി തിരിഞ്ഞു നടന്നു. അനേകം ഇടനാഴികളിലും മുറികളിലും ഹാളുകളിലും കൂടി കയറി ഇറങ്ങിയിട്ടും പുറത്തേക്കുള്ള മാർഗം കണ്ടെത്താനായില്ല. ചിലന്തി വല പോലെ കെട്ടുപിണഞ്ഞ ഇടനാഴികളിലൂടെ അയാൾ വട്ടം ചുറ്റി ടോർച്ച് തെളിച്ചുകൊണ്ട് എമ്പാടും പാഞ്ഞു നടന്നു. ഇല്ല, ഇടനാഴികളിൽ നിന്ന് ഇടനാഴികളിലേക്ക്, കാളുകളിൽ നിന്ന് മുറികളിലേക്കും വീണ്ടും ഇടനാഴികളിലേക്ക്. അയാളുടെ ചോര തണുത്തു. അപ്പോൾ ഇതാണ് സംഗതി. ഇതിനുള്ളിൽ കടന്നാൽ പുറത്തേക്ക് പോകാൻ മാർഗമില്ല. കുടുങ്ങിക്കഴിഞ്ഞു. ഭയം കൊണ്ട് അയാൾക്ക് ഉന്മാദം പിടിപെട്ടു. അയാൾ സ്തംഭിച്ചു നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സമചിത്തത കൈവരിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു. തീരെ ഇടുങ്ങിയ ഒരിടനാഴിയിലൂടെ നടന്ന് വിശാലമായ ഹാളിലെത്തി. ഹാളിൻ്റെ ഇടതുഭാഗം സ്റ്റേജ് പോലെ അല്പം ഉയർന്നു കാണപ്പെട്ടു. സ്റ്റേജിന് പുറകിൽ വിസ്താരമുള്ള കിണർ പോലൊരു കുഴി. മാർട്ടിൻ കുഴിയുടെ പക്കത്തേക്ക് ചെന്നു. അതിനുള്ളിലേക്ക് ടോർച്ചടിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അയാൾ നടുങ്ങിത്തെറിച്ചു. കിണറിനുള്ളിൽ നിറയെ മനുഷ്യ അസ്ഥികൾ കൂനിക്കൂടി കിടക്കുന്നു. കൈകാലസ്ഥികൾ, വാരിയെല്ലുകൾ, തലയോടുകൾ. കുട്ടികളുടെ അസ്ഥികളായിരുന്നു കൂടുതൽ. മാർട്ടിനെ ഭീതിയുടെ തളർച്ച ഗ്രസിച്ചു. അയാൾ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഹാളിൽ നിന്നും പുറത്തു കടന്നു. കാലുകൾ കുഴഞ്ഞു പോകുന്നതുപോലെ തോന്നി. തലച്ചോറിലേക്ക് ചോര പതഞ്ഞു കയറി. ഇടനാഴിയിലൂടെ വേഗം നടന്നു. ആരോ ഒരാൾ പിന്തുടരുന്നുണ്ടെന്ന് തോന്നി. അയാൾ പെട്ടെന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കി. ആരുമില്ല. വീണ്ടും നടന്നു. സ്വന്തം ബൂട്ടുകളുടെ ശബ്ദവും മുഴക്കവും അയാളിൽ ഉൾക്കിടലമുളവാക്കി. പാദങ്ങൾ പതുക്കെ എടുത്തുവെച്ച് നടന്നു. പുറകിൽ നിന്ന് വേറൊരു കാലച്ച. മാർട്ടിൻ നിന്നപ്പോൾ ആ ശബ്ദവും നിന്നു. മിന്നലിൻ്റെ വേഗതയിൽ വെട്ടിത്തിരിഞ്ഞു നോക്കി. ആരെയും കാണാനില്ല. നടുക്കം കൊണ്ട് തളർന്ന കാലുകൾ നീട്ടിവെച്ചു. കാതോർത്ത് ഏതാനും ചുവട് നീങ്ങി. പുറകിൽ നിന്നും അനേകം പേരുടെ കാലൊച്ചകൾ. അടഞ്ഞുകിടക്കുന്ന മുറികൾക്കുള്ളിൽ നിന്നും കാലൊച്ചകൾ. മാർട്ടിൻ പൊടുന്നനെ നിന്നു. കാലൊച്ചകളും നിലച്ചു. അയാളുടെ കണ്ണുകൾ വലുതായി. കവിൾ വീർത്തു. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. വല്ല വിധേനയും അല്പം കൂടി നീങ്ങി. തൊട്ടുപുറകിൽ നിന്നും കാലൊച്ച. പതുക്കെ പിന്നോട്ട് തല തിരിച്ചു. ആരെയും കാണാനില്ല. നടന്നപ്പോൾ തൊട്ടു പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും മുൻപിൽ നിന്നും അനേകം കാലൊച്ചകൾ. മാർട്ടിൻ ഭയാനകമായി ഒന്നലറി. പിന്നെ ചെന്നായെപ്പോലെ ഓരിയിട്ടുകൊണ്ട് ഇടനാഴിയിലൂടെ അതിവേഗം പാഞ്ഞു. അധ്യായം 4. മാർട്ടിൻ്റെ ആക്രന്ദനം മന്ദിരത്തിൻ്റെ ഉൾത്തളങ്ങളിൽ മാറ്റൊലിക്കൊണ്ടു. അനേകം പേർ തൻ്റെ പിറകെയുണ്ടെന്ന് കരുതി അലറിപ്പാഞ്ഞുകൊണ്ടിരുന്ന മാർട്ടിൻ ഇടനാഴിയുടെ തിരിവിൽ ഊക്കോടെ വന്നിടിച്ച് മറിഞ്ഞടിച്ചു വീണു. ആ ഭാഗത്തെ ചുമരും വാതിലും ഭയങ്കരമായ ശബ്ദത്തോടെ തകർന്ന് നിലം പതിച്ചു. മാർട്ടിൻ്റെ കയ്യിൽ നിന്നും ടോർച്ച് തെറിച്ചു പോയിരുന്നു. അയാളുടെ തലയിൽ എന്തോ ശക്തിയായി വന്നടിച്ചു. കണ്ണുകളിൽ ഇടിമിന്നൽ. ഓരിയിടൽ താനെ നിലച്ചു. പലക കഷ്ണങ്ങൾക്കിടയിൽ കിടന്ന് അയാൾ ഞരങ്ങി കിതച്ചു. കണ്ണുകൾ ഇറുകിയടച്ച് മരണം കാത്തു അയാൾ വളരെ നേരം കിതച്ചുകൊണ്ട് കിടന്നു. കൂരിരുട്ട്. പരവശമായ കിതപ്പൊഴിച്ചാൽ സമ്പൂർണ്ണ നിശബ്ദത. അല്പം കഴിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ദേഹത്ത് ഫലഭാഗത്തും തടിക്കഷ്ണങ്ങൾ വന്നടിച്ചതിൻ്റെ വേദന
അയാളെ പേടിയിൽ നിന്നുണർത്തി. കൈ വലിച്ചെടുത്തു. നെറ്റിയിൽ തടവി. ചോരയുടെ പശപ്പ് വിരലുകളിൽ ഇഴകി പിടിച്ചു. മാർട്ടിൻ ബെത്തപ്പെട്ട് തടിക്കഷ്ണങ്ങൾക്കിടയിൽ നിന്നും ഒരു കാൽ വലിച്ചെടുത്തു. അത് തറയിലൂന്നി പതുക്കെ നിരങ്ങി. പിന്നെ കാൽ മടക്കി ഉയർത്തി ദേഹത്തമർന്നു കിടക്കുന്ന പലക കഷ്ണങ്ങൾ ആഞ്ഞു ചവിട്ടിത്തള്ളി നീക്കി. നെഞ്ചിലും തലയിലും വീണു കിടന്ന പലകകൾ കൈകൊണ്ട് തള്ളിക്കളഞ്ഞു. പിന്നെ കൈകാൽ നിലത്തൂന്നി എഴുന്നേറ്റിരുന്നു. തന്നെ കടിച്ചു കീറാനായി. കറുത്ത നിശബ്ദതയ്ക്കുള്ളിൽ അനേകം പിശാചുക്കൾ പതിയിരിപ്പുണ്ടെന്ന് അയാൾ വിചാരിച്ചു. ക്രമേണ ഭീതിയുടെ പിരിമുറുക്കമയഞ്ഞു. ഇരുട്ടത്തുകൂടി നിരങ്ങി അയാൾ ടോർച്ച് തപ്പിയെടുക്കാൻ ശ്രമിച്ചു. കുറെ തപ്പിത്തിരഞ്ഞപ്പോൾ അത് കയ്യിൽ തടഞ്ഞു. അതിൻ്റെ ചില്ല ഉടഞ്ഞു പോയിരുന്നു. നടക്കുന്ന ഒരു കാഴ്ച കണ്ടേക്കാമെന്ന് കരുതി അയാൾ ടോർച്ച് തെളിയിക്കാൻ ഭയന്നു. ഒടുവിൽ അയാൾ രണ്ടും കൽപ്പിച്ച് ടോർച്ച് പ്രകാശിപ്പിച്ചു. ഇടനാഴി ശൂന്യമാണെന്ന് കണ്ട് അയാൾ വിസ്മയിച്ചു. പൂഴിയിൽ തൻ്റേതല്ലാത്ത കാൽപ്പാടുകളൊന്നുമില്ല. ഭയവും ഉന്മാദവും കൊണ്ട് പൊളിഞ്ഞ് അയാൾ പല്ലിളിച്ചു. അതിനൊരു ശബ്ദമുണ്ടായി. വന്യവും വികൃതവുമായ ശബ്ദം. മറ്റാരോ പിരിക്കുകയാണെന്ന് തോന്നി. അതിനെ തോൽപ്പിക്കാൻ ഉച്ചത്തിൽ ചിരിച്ചു. ഭ്രാന്തമായി അട്ടഹസിച്ചുകൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റ് ഇടനാഴിയിലൂടെ ഓടി. സുബോധമില്ലാത്ത ആ പാച്ചിലിനിടയിൽ കണ്ണിൽ കണ്ട വാതിലുകളെല്ലാം ചവിട്ടിപ്പൊളിച്ചു. അലറിച്ചിരിച്ചും അട്ടഹസിച്ചും കൂക്കി വിളിച്ചും പുലമ്പിയും പാഞ്ഞു നടന്നു. അയാൾ വാതിലുകൾ ചവിട്ടി തകർത്തുകൊണ്ടിരുന്നു. അയാളുടെ ഭ്രാന്തമായ ഒച്ച മന്ദിരത്തിൻ്റെ തുറവികളിലൂടെ ബ്ലാക്ക് വാലിയുടെ സാന്ദ്രമായ ഇരുട്ടിലേക്ക് ഊളിയിട്ട് പാഞ്ഞു. നിരന്തരമായ ഈ പ്രക്രിയ മൂലം മാർട്ടിൻ തളർന്നു. വിയർപ്പിൽ കുളിച്ചു. മുൻപിൽ കണ്ട ഒരു വാതിലിന്മേൽ അയാൾ ആഞ്ഞു തള്ളി. അതനങ്ങിയില്ല. ചവിട്ടി നോക്കിയിട്ടും അനക്കമില്ല. അയാൾ 2 ചുവട് പിന്നോട്ട് മാറിയിട്ട് മുൻപോട്ട് ആഞ്ഞു ചവിട്ടി. ചുവരുകൾ ഇളകി. വാതിൽപ്പാളികൾ പൊളിഞ്ഞു. മന്ദിരമാകെ തകർന്ന് നിലം പതിക്കുന്നത് പോലെ ഭയങ്കരമായ ശബ്ദമുണ്ടായി. പിന്നെ അതിൻ്റെ മുഴക്കങ്ങളും. തകർന്ന പലകകൾക്ക് മീതെ കൂടി അയാൾ ഉള്ളിൽ കിടന്നു. വലിയൊരു മുറി. ചൂടുള്ള വായുവിന് ഉണങ്ങിയ ശവത്തിൻ്റെ ഗന്ധം. ടെക്സാസ് ജനറൽ ഹോസ്പിറ്റലിലെ എക്സിബിഷൻ ഹാളിൽ പ്രദർശനത്തിന് വെച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉണങ്ങിയ ശവത്തിൽ നിന്നും ഇതേ ഗന്ധമാണ് പുറപ്പെട്ടിരുന്നതെന്ന് അയാൾ ഓർമ്മിച്ചു. മുറിയുടെ നടുക്ക് തടികൊണ്ട് നിർമ്മിച്ച ഉയർന്ന പീഠത്തിന്മേൽ വലിയ 2 ശവപ്പെട്ടികൾ ഇരിക്കുന്നത് കണ്ടു. മാർട്ടിൻ അതിനടുത്തേക്ക് ചെന്നു. മാർട്ടിൻ ശവപ്പെട്ടികളുടെ മൂടി ഇളക്കാൻ ആവത് ശ്രമിച്ചു. അത് വിഫലമായി. പീഠത്തിൽ നിന്നും ശവപ്പെട്ടികൾ ചവിട്ടി മറിച്ചിടാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. കോൺക്രീറ്റ് ചെയ്തതുപോലെ അവ നിശ്ചലമായിരുന്നു. തടിയിൽ നിർമ്മിച്ച ആ പീഠത്തിൻ്റെയും പെട്ടികളുടെയും ഭാരത്തെക്കുറിച്ച് വിസ്മയിച്ച് അല്പനിമിഷം നോക്കി നിന്നിട്ട് അയാൾ പിൻവാങ്ങി. ആ മുറിക്കുള്ളിൽ തന്നെ പണി തീർത്തതുപോലെ മുറികൾ കൂടി കാണാനുണ്ട്. അവയിലൊന്നിലേക്ക് കയറി ചെന്ന് മാർട്ടിൻ ടോർച്ച് തെളിച്ചു നോക്കി. ചുവരോട് ചേർന്ന് തമ്മിൽ കെട്ടിപ്പുണർന്നു കിടക്കുന്ന 2 അസ്ഥിപഞ്ജരങ്ങൾ. മാർട്ടിന് ഭയമൊന്നും തോന്നിയില്ല. ഭയപ്പെടാനുള്ള അയാളുടെ കഴിവിനെ ഇതുവരെയുണ്ടായ ഭീകരാനുഭവങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. യുദ്ധരംഗത്ത് മരണം മാത്രം മുന്നിൽ കണ്ട് നിഗ്രഹാസക്തിയോടെ ശത്രുവിൻ്റെ പടയണിയിലേക്ക് ഇരമ്പിക്കയറുന്ന ചാവേർ പടയാളിയുടെ സാഹസികോന്മാദം മാത്രം അയാളിൽ അവശേഷിച്ചു. മാർട്ടിൻ അസ്ഥികൂടങ്ങൾക്കരികിൽ കുനിഞ്ഞിരുന്നു. ചേർന്നിരിക്കുന്ന തലയോടുകൾ കൈയസ്ഥികൾ കൊണ്ട് ഒന്നും മറ്റൊന്നിനെ ആലിംഗനം ചെയ്തിരിക്കുന്നു. കാൽമുട്ട് മുതൽ കഴുത്തുവരെയുള്ള ഭാഗം പൊടിയും ദ്രവിച്ചു പൊടിഞ്ഞ വസ്ത്രങ്ങളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. മാർട്ടിൻ അസ്ഥികൾ പിടിച്ചു കുലുക്കി. അപ്പോൾ മടുപ്പിക്കുന്ന ഗന്ധമുള്ള പൊടി പാറി. കട്ടയായി കിടക്കുന്ന മുടി പരിശോധിച്ചപ്പോൾ മാർട്ടിന് മനസ്സിലായി അവ സ്ത്രീയുടെയും പുരുഷൻ്റെയും മൃതാവശിഷ്ടങ്ങളാണെന്ന്. മാർട്ടിൻ്റെ ഉള്ളിൽ കരുണ നിറഞ്ഞു. ആലിംഗനബദ്ധരായി കിടന്ന മരണത്തെ സ്വീകരിച്ച സ്ത്രീയും പുരുഷനും. ഏതാനും നിമിഷം കൂടി അസ്ഥികൂടങ്ങളെ നോക്കിയിരുന്നിട്ട് അയാൾ തൊട്ടടുത്ത മുറിയിൽ കിടന്നു. അവിടെ വിശേഷിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും മാർട്ടിൻ ആലോചിച്ചു. പകൽ മുഴുവനുള്ള യാത്രയും മന്ദിരത്തിലെ പരാക്രമങ്ങളും കൊണ്ട് അയാൾ അവശനായി തീർന്നിരുന്നു. എവിടെയെങ്കിലും കിടന്നുറങ്ങിയേ പറ്റൂ. അത് വേണമെങ്കിൽ ഈ മുറിയിലാവാം. തൊട്ടടുത്ത മുറിയിൽ പണ്ടെങ്ങോ ചിരിച്ചും കരഞ്ഞും സ്വപ്നം കണ്ടും പ്രതീക്ഷിച്ചും ചിന്തിച്ചും സംസാരിച്ചും ജീവിച്ചിരുന്ന 2 മനുഷ്യരുടെ അസ്ഥികൂടുകൾ കൂട്ടിനുണ്ട്. മാർട്ടിൻ തറയിലിരുന്നിട്ട് കിറ്റ് തുറന്നു. തീപ്പെട്ടിയും മെഴുകുതിരികളും എടുത്തു. മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് കിറ്റിനുള്ളിൽ നിന്നും ക്യാൻവാസ് ഷീറ്റ് എടുത്ത് തറയിൽ വിരിച്ചു. അതിനു മീതെ ഒരു ബെഡ്ഷീറ്റും വിരിച്ചു. പിന്നെ വറുത്ത് ഉണക്കിറച്ചിയും ബിസ്ക്കറ്റും ഉണക്കമുന്തിരിയും കട്ട്ലറ്റും എടുത്തു തിന്നു. ഷാമ്പെയിൻ കുപ്പിയിൽ നിന്നും പകുതിയോളം കുടിച്ചു തീർത്തു. എല്ലാം ആർത്തിയോടെയായിരുന്നു. ബ്ലാക്ക് വാലിയിലെ എൻ്റെ അത്താഴം. സ്വയം പറഞ്ഞിട്ട് അയാൾ പുഞ്ചിരിച്ചു. അനന്തരം വിരിപ്പിനു മീതെ നീണ്ടു നിവർന്നു കിടന്നു. മെഴുകുതിരി അണയ്ക്കേണ്ടെന്ന് വെച്ചു. ശ്മശാന ഭൂമിയിലെ മൂകത. മാർട്ടിൻ്റെ ഉള്ളിൽ 100 ചോദ്യങ്ങൾ തിങ്ങിവിങ്ങി. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ കോട്ട ആരുടേത്? ആരാണിത് നിർമ്മിച്ചത്?
ഇപ്പോഴത്തെ ഉടമസ്ഥൻ ആര്? ഇവിടെ ആരെയും കാണാത്തതെന്തുകൊണ്ട്? ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നതിൻ്റെ കാരണം? തനിക്ക് മുൻപ് ഇവിടെ വന്നവർക്ക് എന്ത് സംഭവിച്ചു? അടുത്ത മുറിയിലുള്ള മൃതാവശിഷ്ടങ്ങൾ ആരുടേത്? അവർ എങ്ങനെ മരിച്ചു? ആ ശവപ്പെട്ടികൾ ആരുടേത്? അത് തുറക്കാൻ കഴിയാത്തതെന്തുകൊണ്ട്? അവയ്ക്കുള്ളിൽ എന്താണുള്ളത്? നാളെ പകൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടുപിടിക്കുമെന്ന പ്രതിജ്ഞയോടെ അയാൾ കണ്ണുകൾ പൂട്ടി പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി പോവുകയും ചെയ്തു. ബ്ലാക്ക് വാലിയിലെ ഭീമമോഹമായ രാത്രി വളർന്നുകൊണ്ടിരുന്നു. ഹലോ! സ്വപ്നത്തിൽ ആരോ വിളിക്കുന്നതായി മാർട്ടിൻ അനുഭവപ്പെട്ടു. എഴുന്നേൽക്കൂ! പതുക്കെ പതുക്കെ അയാൾ ഉണർന്നു. എഴുന്നേൽക്കൂ ജോൺ മാർട്ടിൻ, എഴുന്നേൽക്കൂ! അയാൾ കൺമിഴിച്ചു തുറന്നു. മുഖത്തിനു മുകളിൽ ഒരാൾ കുനിഞ്ഞു നിൽക്കുന്നത് കണ്ട് ജോൺ മാർട്ടിൻ നടുങ്ങിപ്പൊളിഞ്ഞു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച രൂപം അയാളെ നോക്കി പല്ലിളിച്ചു. നീണ്ടു വളർന്ന ചിതറിക്കിടക്കുന്ന ചെമ്പിച്ച താടിയും മുടിയും, നീല വൈരങ്ങൾ പോലെ തിളങ്ങുന്ന കണ്ണുകൾ. മാർട്ടിൻ്റെ ചോര മരവിച്ചു. നാവുകുഴഞ്ഞ് അനക്കമറ്റ് അയാളൊരു ശവം പോലെ കിടന്നു. ഹലോ ജോൺ മാർട്ടിൻ, എഴുന്നേൽക്കൂ! മാർട്ടിൻ എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ദേഹം തളർന്നു പോയിരുന്നു. ഒരമേരിക്കക്കാരൻ അപരിചിതനായ മറ്റൊരു അമേരിക്കക്കാരനെ ഒരിക്കലും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പരിചയപ്പെടാറില്ല, പ്രത്യേകിച്ചും എന്നെപ്പോലെ പരുക്കനായ ഒരമേരിക്കൻ. പക്ഷേ എനിക്കത് വേണ്ടി വന്നിരിക്കുകയാണ്. ഉപദ്രവിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എങ്കിലും ക്ഷമ ചോദിക്കുന്നില്ല. മാർട്ടിൻ്റെ മറുപടി തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു. എഴുന്നേൽക്കും മാർട്ടിൻ, എന്നെ അനുസരിച്ചാൽ കുറച്ചു സമയത്തേക്കെങ്കിലും നമുക്ക് സ്നേഹിതന്മാരെ പോലെ കഴിയാം. ആ രൂപം വിരിപ്പിൽ ഇരുന്നിട്ട് തുടർന്നു. നിങ്ങൾ ക്ഷീണിതനാണെന്ന് എനിക്കറിയാം. ഞാനും നിങ്ങളെപ്പോലെ ഒരിക്കൽ പുറത്തെ ലോകത്തു നിന്നും വന്നവനാണ്. ഞാനിവിടെ വന്ന ആദ്യത്തെ രാത്രിയിൽ തീരെ ഉറങ്ങിയില്ല. നിങ്ങളെക്കാൾ ക്ഷീണിതനായിരുന്നിട്ടുകൂടി ഈ രാത്രിയിൽ നിങ്ങളെ ഞാൻ ഉറങ്ങാൻ അനുവദിക്കുകയില്ല. അജ്ഞാത രൂപത്തിൻ്റെ കത്തുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മാർട്ടിൻ അനങ്ങാതെ കിടന്നു. അധ്യായം 5. ജോൺ മാർട്ടിൻ എഴുന്നേറ്റ് ചുമരിൽമേൽ ചാരിയിരുന്നു. ഭയവും ജാളിതയും മറയ്ക്കാൻ ഒരു സിഗരറ്റ് കൊളുത്തി പുകയൂതി പറപ്പിച്ചു തുടങ്ങി. അപരിചിതൻ ചിരിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ ഭയന്നു എന്നെനിക്കറിയാം. ഇവിടെ വെച്ച് ഭയന്നതും തീരെ മോശമാണെന്ന് ലജ്ജിക്കേണ്ട. ആരും ഭയന്നു പോകും. നിങ്ങളെ ഭയപ്പെടുത്താതെ നിങ്ങളുടെ മുൻപിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അർദ്ധരാത്രി നേരത്ത് ഈ നശിച്ച കോട്ടയ്ക്കുള്ളിൽ നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കുക അസാധ്യമായിരുന്നു. ഇനി കാത്തിരിക്കാമെന്ന് വെച്ചാൽ ഇതിനേക്കാൾ നല്ല ഒരവസരം എനിക്ക് കിട്ടുകയില്ല. നിങ്ങൾ പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്നാണ് ഒരാൾ ഇവിടേക്ക് വരുന്നത്? 5-10 വർഷം കഴിഞ്ഞ്, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്. അത്രയും കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. മാത്രമല്ല, ഇനി വരുന്നവന് നിങ്ങളോളമെങ്കിലും ധൈര്യമില്ലെങ്കിൽ ഭയന്ന് ഹൃദയം പൊട്ടി മരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഭയന്നാലും വേണ്ടില്ല നിങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചത്. ഇനി ഈ രാത്രി മുഴുവനും എൻ്റേതാണ്. നിങ്ങൾ എൻ്റേതാണ്. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. മാർട്ടിന് എന്നിട്ടും സംസാരിക്കാനുള്ള മനോധൈര്യമുണ്ടായില്ല. എങ്കിലും സിഗരറ്റും ലൈറ്ററും അപരിചിതൻ്റെ നേർക്ക് നീട്ടി. അയാൾ നന്ദിയോടെ അത് നിരസിച്ചു. ഞാൻ മുൻപൊക്കെ ധാരാളം വലിക്കുമായിരുന്നു. അയാൾ തുടർന്നു. ബ്ലാക്ക് വാലിയിലേക്ക് തനിയെ പുറപ്പെട്ട നിങ്ങൾ ധീരനാണെന്നും സമ്മതിക്കാതെ വയ്യ. അതും റെഡ് ഇന്ത്യക്കാരുടെ വായിൽ നിന്നും കഥകളെല്ലാം അറിഞ്ഞതിനു ശേഷം. പിന്നെ ആ കിഴവനും വല്ലതും പറഞ്ഞു കാണാതിരിക്കില്ല. അവരെല്ലാം അങ്ങനെയാണ്. പോകരുതെന്ന് പറയും, പോയവർ തിരിച്ചു വന്നിട്ടില്ലെന്ന് പറയും. അതെല്ലാം കേട്ട് എത്ര പേർ തിരിച്ചു പോയിട്ടുണ്ടെന്നോ? എന്നിട്ടും അവരുടെ വിലക്കുകൾ വകവയ്ക്കാതെ ഇവിടെ വന്ന നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ധീരതയെ ഞാൻ ബഹുമാനിക്കും. പക്ഷേ എൻ്റെ ധൈര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടേതും ധൈര്യമേ അല്ല. എന്തൊരു വരവായിരുന്നു എൻ്റേത്! കൊടുങ്കാറ്റ് പോലെ ആ റെഡ് ഇന്ത്യൻ ഗ്രാമീണർക്കും വൃദ്ധനും ഞാൻ ചെവി കൊടുത്തതേയില്ല. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നെന്നോർക്കണം. ലോകം ലക്ഷക്കണക്കിന് ചതുരശ്ര മൈലുകളിൽ വ്യാപിച്ചു കിടക്കെ ഈ ബ്ലാക്ക് വാലിയിലേക്ക് ഞാൻ എന്തിനു പോന്നു? സത്യം പറയാമല്ലോ, അതോർമ്മിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കരയുന്നവനായിരുന്നില്ല. അത്ര തൻ്റെ ഇടവും നെഞ്ചൂക്കും ധാർഷ്ട്യവും ഉണ്ടായിരുന്നു എനിക്ക്. ആ വൃദ്ധൻ നിങ്ങളോട് പറഞ്ഞു കാണും എൻ്റെ നെഞ്ചൂക്കിനെക്കുറിച്ച്. ഇവിടെ വന്നതിൽ ഇപ്പോൾ എനിക്ക് ദുഃഖമില്ല. കാരണം എനിക്കിവിടെ ഒരു ജോലി തീർക്കാനുണ്ടായിരുന്നു. കാലം എന്നെ ഏൽപ്പിച്ച ജോലി, വിധി എൻ്റെ ചുമലിൽ വെച്ച് തന്ന കർത്തവ്യം. ഞാനിവിടെ വന്നപ്പോൾ ഇതൊന്നുമല്ലായിരുന്നു അവസ്ഥ. ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ആ രാത്രിയിൽ തന്നെ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിത്തകർന്നു മരിച്ചേനെ. നെഞ്ചൂക്കുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചു നിന്നു, വീണുപോയില്ല. ഒരു ശിശുവിനെ പോലെ ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. അതും വേറെ കാര്യം. നിശ്ചലവും നിശബ്ദവുമായ ഈ കോട്ട കണ്ട് എന്നെ കണ്ട് നിങ്ങൾ ഭയന്നു വിറച്ചില്ലേ?
അലറിച്ചിരിച്ചും അട്ടഹസിച്ചും ഓരിയിട്ടും പേടിത്തൊണ്ടനെ പോലെ പാഞ്ഞു നടന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ 1001 ധൈര്യം നിങ്ങൾക്കില്ലെന്ന്. എന്നാലും ധൈര്യവാൻ തന്നെ. അപരിചിതന്റെ വാചാലതയുമായി മാർട്ടിൻ പതുക്കെ ഇണങ്ങി. വിശ്വസിക്കാവുന്ന ഒരു സ്നേഹത്തിൻ്റെ അടുത്തിരിക്കുന്നത് പോലെയൊരു തോന്നൽ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ നിങ്ങൾ ഈ മന്ദിരത്തിലുണ്ടായിരുന്നോ? മുരടനക്കി തൊണ്ട ശരിയാക്കിയിട്ട് മാർട്ടിൻ ചോദിച്ചു. ഉണ്ടായിരുന്നു. നിങ്ങൾ മലയിടുക്കിലേക്ക് വന്നപ്പോൾ എനിക്ക് ആനന്ദം അടക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിങ്ങൾ സംശയിച്ചു നിന്നപ്പോൾ തിരിച്ചു പോയേക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. ഞാനാണ് നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നിങ്ങളോ? എൻ്റെ ഇച്ഛാശക്തി. ഞാൻ ഈ മന്ദിരത്തിൽ തന്നെയുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നു. നിങ്ങൾ ആരാണ്? മാർട്ടിൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ആർതർ ക്രിസ്റ്റി. കറുത്ത കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്ത് അയാൾ മാർട്ടിൻ്റെ മുഖത്തിന് നേരെ കാണിച്ചു. മാർട്ടിൻ അത് വാങ്ങാനായി കൈ നീട്ടിയപ്പോൾ അയാൾ വിലക്കി. വായിച്ചു നോക്കിയാൽ മതി, കയ്യിൽ തരികയില്ല. എൻ്റെ കൈവശം ഇതൊരെണ്ണം മാത്രമേയുള്ളൂ. മാർട്ടിൻ വായിച്ചു. ആർതർ ക്രിസ്റ്റി, യൂനിസ് വില്ല, ഫ്രാങ്ക്ഫർട്ട്, ഒഹായോ. വളരെ പഴക്കമുള്ള കാർഡ്. അക്ഷരങ്ങൾ മുഷിഞ്ഞ് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നെക്കുറിച്ച് ആ വൃദ്ധൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്, പറഞ്ഞിരുന്നു. 23 വർഷം മുൻപ്. മാർട്ടിൻ ഉദ്വേഗത്തോടെ അയാളെ നോക്കി. അതെ, 23 വർഷം മുൻപ്. ഓർത്തു നോക്കണം മിസ്റ്റർ മാർട്ടിൻ, നിങ്ങൾ അന്ന് 5ഓ 6ഓ വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുകുട്ടിയാണ്. നിങ്ങളെങ്ങനെ എൻ്റെ പേര് മനസ്സിലാക്കി? ഓ, പേര് മനസ്സിലാക്കാൻ ഞാൻ സമർത്ഥനാണ്. എനിക്കിത് വളരെ എളുപ്പം സാധിക്കും. നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും, 23 വർഷമായി ഞാൻ തനിച്ച് ഇവിടെ എന്തു ചെയ്യുകയാണെന്ന്. ഞാൻ തനിച്ചല്ലായിരുന്നു സ്നേഹിത. ഇവിടെ ധാരാളം പേരുണ്ടായിരുന്നു. എനിക്കിവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു. ഞാനത് നിങ്ങളോട് വിശദീകരിക്കാൻ പോവുകയാണ്. അടുത്ത മുറിയിലുള്ള ആ അസ്ഥിപഞ്ജരങ്ങൾ ആരുടേതാണ്? അവരെങ്ങനെ മരിച്ചു? ആ അസ്ഥിപഞ്ജരങ്ങളെക്കുറിച്ചാണ് മുഖ്യമായും എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ തള്ളിമറിച്ചിടാൻ ശ്രമിച്ച ആ ശവപ്പെട്ടികളെക്കുറിച്ചും. ക്രിസ്റ്റിയുടെ മുഖം ശോഭായമാനമായി. കണ്ണുകളിലെ നീലവൈരങ്ങൾ വെട്ടിത്തിളങ്ങി. അയാൾ തുടർന്നു. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളൊരു പത്രപ്രവർത്തകനായത് നന്നായി. എൻ്റെ കഥ ലോകത്തെ അറിയിക്കാൻ പറ്റിയ ഒരാളെയാണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. വല്ലാതെ വിരസതയുളവാക്കുന്ന കഥയാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉറക്കം തൂങ്ങിയെന്നു വരും. അത്രമേൽ ക്ഷീണിതനാണ് ഞാൻ. ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ ക്രൗര്യം തിളങ്ങി. അയാൾ ഭീഷണിപ്പെടുത്തി. എൻ്റെ കഥ എത്ര വിരസമായാലും എത്ര വൃത്തികെട്ടതായാലും നിങ്ങൾ സഹിക്കും. ഉറങ്ങാതെ കേട്ടിരിക്കും. അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങളൊരിക്കലും ഈ മന്ദിരത്തിന് വെളിയിൽ പോവുകയില്ല. പിന്നെ നിങ്ങൾക്കും സ്വന്തം കഥ പറയാനായി ആരെങ്കിലും ഒരാൾ ബ്ലാക്ക് വാലിയിലേക്ക് വരുന്നത് കാത്ത് ഇവിടെ കഴിയേണ്ടി വരും. മാർട്ടിൻ ഒന്നും മിണ്ടാതെ അയാളെ തുറച്ചു നോക്കി. ഞാൻ തുടങ്ങുകയാണ്. തണുത്ത സ്വരത്തിൽ ആർതർ ക്രിസ്റ്റി പറഞ്ഞു. ഇവിടെ എത്തുന്നതിന് മുൻപുള്ള എൻ്റെ ജീവചരിത്രം ഞാനൊന്ന് ചുരുക്കി പറയാം. ഫ്രാങ്ക്ഫർട്ടിലാണ് ഞാൻ ജനിച്ചത്, ജർമ്മനിയിലല്ല. അമേരിക്കയിൽ ഒഹായോ നദിക്കരയിലായിരുന്നു എൻ്റെ വീട്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ മരിച്ചു. എനിക്ക് സഹോദരങ്ങളില്ലായിരുന്നു. വൃദ്ധനായ എൻ്റെ അങ്കിളാണ് എന്നെ വളർത്തിയത്. പ്രായപൂർത്തിയായപ്പോൾ സ്വത്തുകളിന്മേലുള്ള അവകാശ തർക്കത്തിൽ ഞാൻ അദ്ദേഹവുമായി പിണങ്ങി. അദ്ദേഹം എൻ്റെ മാതാപിതാക്കളുടെ വസ്തുവകകൾ എനിക്ക് തിരിച്ചു തന്നു. കുറേ കാലം കഴിഞ്ഞ് ഷിക്കാഗോയിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. പിന്നെ എനിക്കാകെ ഉണ്ടായിരുന്ന ബന്ധു അമ്മയുടെ അകന്ന ചാർച്ചയിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് വളരെ വാത്സല്യമായിരുന്നു. പലപ്പോഴും എന്നെ വന്ന് കാണും, സമ്മാനങ്ങൾ തരും, വിശേഷ അവസരങ്ങളിൽ ഗ്രീറ്റിംഗ്സ് കാർഡുകൾ അയക്കും. എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. ഞാൻ അക്കാലത്ത് സ്നേഹിച്ച ഒരേയൊരു വ്യക്തി ആ പുരോഹിതനാണ്. പക്ഷേ അധികകാലം കഴിയും മുൻപേ അദ്ദേഹം മരിച്ചു. മരണക്കിടക്കയിലായിരുന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് തീരെ ചെറിയ ഒരു പെട്ടി എന്നെ ഏൽപ്പിച്ചു. തടിക്കഷ്ണത്തിൽ നിന്ന് കൊത്തിയെടുത്ത വളരെ പഴക്കമുള്ള ഒരു കൊച്ചു പെട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനാ വസ്തുക്കളാണ് ഇതിൽ. ഇനി ഇത് നീ സൂക്ഷിച്ചുകൊള്ളുക. പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന വലിപ്പമേ ഉള്ളൂ അതിന്. എനിക്കും ദൈവത്തിലും പ്രാർത്ഥനയിലും വിശ്വാസമില്ലാതിരുന്ന കാലമാണതെന്നും ഓർക്കുക. ഞാനത് അവഗണിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്നെ സ്നേഹിക്കാനോ ശ്രദ്ധിക്കാനോ ആരുമില്ലാതായി. ഞാനൊരു പരുക്കൻ മനുഷ്യനായിരുന്നു. സ്ത്രീകളെ വെറുക്കുന്ന, സ്ത്രീകളും വെറുക്കുന്ന ഒരു പ്രകൃതമായിരുന്നതിനാൽ ഞാൻ പ്രേമത്തിലും വീണില്ല. ഒഹായോ നദിക്കരയിൽ വെച്ച് പലപ്പോഴും എന്നോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്ന ഒരു കൊച്ചു സുന്ദരിയെ ഞാൻ ഓർക്കുന്നു. അത്ര തന്നെ. എന്നും മദ്യപിക്കുക, ചൂതാടുക, അടിലഹളകളിൽ ഏർപ്പെടുക. ഇതാണ് അന്നത്തെ എൻ്റെ ജീവിതം. ഒത്ത ഒരു പുരുഷനാണ് ഞാൻ. കായികാഭ്യാസിയുടെ ശരീരഘടന, മെയ്വഴക്കം, കരുത്ത്, ഇതെല്ലാം ഒത്തുകൂടിയ പുരുഷൻ. ഒരിക്കലൊരു അടിലഹളയ്ക്ക് ശേഷം അമേരിക്കൻ പോലീസ് എന്നെ പിടികൂടിക്കൊണ്ടുപോയി.
6 മാസത്തെ താമസ സൗകര്യവും ഭക്ഷണവും ഏർപ്പാടാക്കി തന്നു. അവർ വിട്ടയച്ചതിന് ശേഷം ഞാൻ ചെന്ന് എൻ്റെ വീടും വസ്തുവകകളും വിറ്റു. ഫ്രാങ്ക്ഫർട്ട് ഉപേക്ഷിച്ച് അറ്റ്ലാന്റയിലേക്ക് വണ്ടി കയറി. പണം തീരുന്നതുവരെ മദ്യപിച്ചും ചൂതാടിയും വൻകിട ഹോട്ടലുകളിൽ താമസിച്ചു. പണം തീർന്നു. എനിക്ക് ജോലിയൊന്നും വശമില്ല. ഇനി ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്നായി. ജീവിതം ആഘോഷിച്ചവനാണ് ഞാൻ. ഇനി വേണമെങ്കിൽ മരിക്കാം. അതിന് ഉറക്കഗുളികയാണ് ഞാൻ ആശ്രയിച്ചത്. ഉറക്കഗുളികകൾ കയ്യിൽ വെച്ചുകൊണ്ട് ഹോട്ടലിൻ്റെ 4ാം നിലയിലെ ഇടുങ്ങിയ മുറിയിൽ ചിന്താധീനനായിരുന്ന് ആ രാത്രി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഉറക്കഗുളികളിൽ നിന്ന് നോട്ടം പിൻവലിച്ച് ഞാൻ ജനാലയിലൂടെ പ്രകൃതിയെ നോക്കി. നിലാവിലും മഞ്ഞിലും പൊതിഞ്ഞു കിടന്ന പ്രകൃതിയുടെ മൂകസങ്കീർത്തനം അന്ന് ഞാൻ കേട്ടു. അമൂർത്തമായൊരു ചൈതന്യത്തിൻ്റെ സ്പന്ദനം ഞാൻ കണ്ടറിഞ്ഞു. പ്രകൃതി മൂകമായി എന്നെ ജീവിതത്തിൻ്റെ സ്ഥായിയായ പ്രതീക്ഷയിലേക്കും ഉത്കണ്ഠയിലേക്കും ക്ഷണിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തിനെന്നറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജനാലയിലൂടെ ഉറക്കഗുളികകൾ ഒന്നൊന്നായി എണ്ണി ഞാൻ പുറത്തേക്കിട്ടു. ഒന്ന് നിർത്തിയിട്ട് ഉരുകിത്തീരാറായ മെഴുകുതിരിയിലേക്ക് നോക്കിയിട്ട് അയാൾ മാർട്ടിനോട് നിർദ്ദേശിച്ചു. മാർട്ടിൻ, മെഴുകുതിരി ഇപ്പോൾ അണയും. നിങ്ങൾക്കും ഇരുട്ടിനെ ഭയമാണെങ്കിൽ വേറൊരെണ്ണം കൊളുത്തിവെക്കൂ. മാർട്ടിൻ കിറ്റിനുള്ളിൽ നിന്നും മറ്റൊരു മെഴുകുതിരി എടുത്ത് കൊളുത്തി ആദ്യത്തേതിന്മേൽ ഉറപ്പിച്ചു. മുറിക്കകത്തെ വായുവിന് ചലനമില്ലാതിരുന്നതിനാൽ നാളം നിശ്ചലമായി നിലകൊണ്ടു. കഥ തുടർന്നുള്ളൂ, മാർട്ടിൻ പറഞ്ഞു. പെട്ടെന്ന് വലിയ മുറിയിലെ ശവപ്പെട്ടികൾക്കരിയിൽ നിന്നും ഒരു സ്ത്രീയുടെ ഭ്രാന്തമായ പൊട്ടിച്ചിരി മുഴങ്ങി. മാർട്ടിൻ നടുക്കത്തോടെ എത്തിനോക്കി. മുഖത്തും തോളിലും മുടിയഴിച്ച് ചിതറിച്ചിട്ട ഒരു പെൺകുട്ടി അലറി ചിരിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഓടിപ്പോകുന്നത് കാണാനായി. പിന്നെയൊരു പൊട്ടിക്കരച്ചിൽ. അതിൻ്റെ ശബ്ദം ക്രമേണ താണു തേങ്ങലുകളായി തീർന്നു. പെട്ടെന്ന് മെഴുകുതിരി അണഞ്ഞു. മാർട്ടിൻ സ്തബ്ധനായി. അധ്യായം 6. കൂരിരുട്ട്. ഇരുട്ടിൽ തിളങ്ങുന്ന നീല വൈരങ്ങൾ. ആർതർ ക്രിസ്റ്റിയുടെ കണ്ണുകൾ. അടുത്ത മുറിയിൽ നിന്നും തേങ്ങിക്കരച്ചിൽ. മാർട്ടിൻ ലൈറ്റർ തെളിച്ച് മെഴുകുതിരി കൊളുത്തി. ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയത് ആരാണ്? അയാൾ ഭീതിയോടെ ചോദിച്ചു. ഇവിടുത്തെ ഒരു അന്തേവാസിനെ. ആർതർ ക്രിസ്റ്റി കൂസലിനെ പറഞ്ഞു. ആ കരച്ചിലിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് സംഭവിച്ചത്? മാർട്ടിൻ സംശയത്തോടെയും ഭയത്തോടെയും അയാളെ നോക്കി. ഇവിടെ നോക്കൂ മാർട്ടിൻ, നിങ്ങൾ അതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് യാതൊരു ശല്യവും ഉണ്ടാകുകയില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ആ കരച്ചിലെന്ന് കേട്ടാൽ അറിയാമല്ലോ. അവൾക്ക് കരയാൻ മതിയായ കാരണമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. നിങ്ങളിത് ശ്രദ്ധിക്കൂ. അടുത്ത മുറിയിൽ നിന്നുള്ള കരച്ചിൽ നിലച്ചിരുന്നു. എന്നിട്ടും മാർട്ടിൻ്റെ അന്താളിപ്പ് മാറിയില്ല. ആർതർ ക്രിസ്റ്റി പറയാൻ തുടങ്ങി. ആ രാത്രി വെളുക്കുവോളം ഞാൻ അങ്ങനെയിരുന്നു. പിറ്റേ ദിവസം മുതൽ ഞാനൊരു ജോലി തേടി തുടങ്ങി. ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ കാലം ജോലി നോക്കി. എൻ്റെ മേൽ അധികാരം ചെലുത്തുന്നത് എനിക്ക് തീരെ സഹിക്കില്ല. റെസ്റ്റോറൻ്റ് ഉടമയുടെ ഇടതു കൈ കസേര കൊണ്ട് അടിച്ചു തകർക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കാര്യം തീർന്നു. ഏതായാലും പോലീസിന് പിടികൊടുക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. ഈ ഭൂമി മുഴുവൻ കഴുകി വൃത്തിയാക്കൂ സുഹൃത്തെ എന്ന ആരെങ്കിലും സൗമ്യമായി പറഞ്ഞാൽ സന്തോഷത്തോടെ ഞാനത് ചെയ്തു തുടങ്ങും. പക്ഷേ എന്നോടങ്ങനെ കൽപ്പിച്ചാൽ ഞാൻ അവൻ്റെ തലയോട് അടിച്ചു പൊളിക്കും. അത്തരമൊരു സ്വഭാവമായിരുന്നു എൻ്റേത്. എൻ്റെ നട്ടെല്ല് തീരെ വഴങ്ങുകയില്ല. തലയാണെങ്കിൽ ഒട്ടും കുനിയുകയുമില്ല. അത് കാരണം 1 മാസം തികച്ചും ഒരിടത്തും ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അറ്റ്ലാന്റയിൽ നിന്ന് ഞാൻ ഫ്ലോറിഡയിലേക്ക് ചേക്കേറി. അവിടെയും പല തൊഴിലുകളും ചെയ്തു നോക്കി. ഇതിനിടയിൽ ഞാൻ അസലൊരു വഴക്കാളിയായി തീർന്നു. അത്തരത്തിലുള്ളവരായിരുന്നു എൻ്റെ കൂട്ടുകാർ. പലയിടത്തും ഞാൻ അടിലഹളയുണ്ടാക്കി. പോലീസിന് പിടികൊടുക്കാതെ പല പട്ടണങ്ങളിൽ മാറി മാറി താമസിച്ചു. ജീവിതം രസകരമാണെന്ന് തോന്നിയ കാലഘട്ടമാണത്. അടിലഹളയിൽ ഏർപ്പെടുന്ന സമയത്താണ് ഞാനായി തീരുകയെന്നത് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടു. സിനിമയിലാണെങ്കിൽ ജോൺ വെയിനായിരുന്നു എൻ്റെ ഹീറോ. അദ്ദേഹത്തെപ്പോലെ പിസ്റ്റളും തൂക്കി കുതിരപ്പുറത്ത് സവാരി പോകുന്നത് പലപ്പോഴും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു തോക്ക്, വെടിയുണ്ടകൾ, ഒരു കുതിര, ഇത്രയും ഉണ്ടെങ്കിൽ ലോകത്തെ ജനങ്ങളെയെല്ലാം ഒറ്റയ്ക്ക് നേരിടാമെന്ന് അക്കാലത്ത് ഞാൻ അഹങ്കരിച്ചിരുന്നു. ഏതായാലും ഞാൻ കുതിരയെ വാങ്ങുക തന്നെ ചെയ്തു. പിസ്റ്റളും റൈഫിളും ഉപയോഗിക്കാൻ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണ് മെംഫിസിലെ തെരുവിൽ വെച്ച് ഒരു പറ്റം ഹിപ്പികളുമായി എനിക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത്. വഴക്കു തുടങ്ങിയപ്പോൾ എനിക്ക് ലഹരി പിടിച്ചു. ആദ്യമൊക്കെ ഞാൻ പൊരുതിക്കയറി. എന്നാൽ ഞാനൊരു അഭ്യാസിയായിരുന്നില്ല. ഹിപ്പികൾ വന്യമൃഗങ്ങളെപ്പോലെ എന്നെ പൊതിഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മ തെളിയുമ്പോൾ മെംഫിസിലെ ഒരാശുപത്രിയിലായിരുന്നു ഞാൻ. എനിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 3 മാസക്കാലം ആശുപത്രിയിൽ കഴിഞ്ഞുകൂട്ടി. അതിനിടയിൽ കുതിരയെ വിൽക്കേണ്ടിയും വന്നു. ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കല്പം സ്നേഹം കിട്ടുകയുണ്ടായി.
എന്നെ ശുശ്രൂഷിച്ചിരുന്ന ജോസഫൈൻ എന്ന നേഴ്സിൽ നിന്നും ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതിൻ്റെ അസ്വസ്ഥതയും ശുണ്ഠിയും ശാരീരിക വേദനകളുടെ കാഠിന്യം കൊണ്ടുള്ള ദേഷ്യവും എല്ലാം ഞാൻ അവളുടെ നേർക്കാണ് തിരിച്ചുവിട്ടത്. എപ്പോഴും ദേഷ്യം കൊണ്ട് നിലതെറ്റുന്ന, ചീത്ത പറയുന്ന ഒരു സ്വഭാവമായിരുന്നു ആശുപത്രിയിൽ വെച്ച് എൻ്റേത്. പക്ഷേ ജോസഫൈനെ ഞാൻ എപ്പോഴും കാണുക പുഞ്ചിരിയോടെ ആയിരിക്കും. ഞാൻ എത്ര ദേഷ്യം പ്രകടിപ്പിച്ചാലും അവളത് കണ്ടില്ലെന്ന് നടിക്കും. ഞാൻ എത്ര ചീത്ത പറഞ്ഞാലും അവളത് കേട്ടില്ലെന്ന് അഭിനയിക്കും. അവളാണ് എന്നെ ശ്രദ്ധയോടെ പരിചരിച്ചത്. ഒടുവിൽ ഞാൻ അവളുടെ മുൻപിൽ എൻ്റെ പരുക്കൻ ആയുധങ്ങൾ അടിയറ വെച്ചു. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന മട്ടിലാണ് അവൾ എന്നോട് പെരുമാറിയത്. വാസ്തവത്തിൽ ഞാൻ അവളുടെ മുൻപിൽ ഒരു കൊച്ചുകുട്ടിയായി തീരുകയും ചെയ്തു. അവളെ വിവാഹം ചെയ്യണമെന്ന് പോലും ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുകയുണ്ടായി. പക്ഷേ അവൾ വിവാഹിതയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഞാൻ ഫ്ലോറിഡയിലേക്ക് മടങ്ങി. അവിടെ ഒരു കപ്പൽ തൊഴിലാളിയായി ജീവിതം തുടർന്നു. പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടായി. കടൽ യാത്രകൾ എൻ്റെ സാഹസിക തൃഷ്ണയ്ക്ക് ചേർന്ന മരുന്നായിരുന്നു. പക്ഷേ 1 വർഷം തികയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്പെയിനിൽ നിന്നും മടങ്ങുമ്പോൾ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറുമായി വാക്കേറ്റമുണ്ടായി. ഫ്ലോറിഡയിലെത്തിയ ഉടനെ ഞാൻ ജോലി ഉപേക്ഷിച്ചു പോന്നു. ആത്മഹത്യയ്ക്കുള്ള അഭിവാഞ്ച വീണ്ടും എന്നിൽ തലപൊക്കി. ജീവിതം മടുത്തു. യന്ത്രങ്ങൾ കൂട്ടിയിണക്കുമ്പോൾ പാകത്തിന് ചേരാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു നട്ടോ ബോൾട്ടോ ആണ് താനെന്ന് തോന്നി. ലോകത്തിന് ആവശ്യമില്ലാത്ത സാധനം, എനിക്ക് പോലും ആവശ്യമില്ലാത്ത ഒരു സചേതന വസ്തുവാണ് ഞാൻ. ഇത്തവണ ഒരു 3-കിട ഹോട്ടലിൽ വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെൻ്റാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലം. മുറിയുടെ ജനലും വാതിലും അകത്തുനിന്ന് ബന്ധിച്ച ശേഷം ഞാൻ കട്ടിലിൽ ചെന്നിരുന്നു. പോക്കറ്റിൽ നിന്നും ബ്ലേഡ് എടുത്തു. ഇടത് കൈയുടെ മണിബന്ധത്തിലെ 2 ഞരമ്പുകളും മുറിച്ചു. ചോര ചീറ്റി ഒഴുകി തുടങ്ങി. യാതൊരു അന്തക്ഷോഭവും കൂടാതെ ഞാൻ കിടക്കയിൽ നീണ്ടു നിവർന്നു കിടന്നു. ഇടത് കൈ കട്ടിലിന് പുറത്തേക്ക് തൂക്കിയിട്ടിരുന്നു. ചോര വാർന്നു പോകുന്നത് ഇലക്ട്രിക് ഷോക്കിൻ്റെ തരിപ്പ് പോലെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. മുറിക്ക് വെളിയിൽ കാലൊച്ചയും സംസാര ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഓർമ്മ ഇടയ്ക്കിടെ എന്നെ അലട്ടി. ഞാൻ മരിക്കുന്നത് ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരിൽ ആരും അറിയുന്നില്ല. ആരെയെങ്കിലും വിളിച്ച് ഞാൻ മരിക്കുകയാണെന്ന് പറയാൻ അത്യധികമായി ആഗ്രഹിച്ചു. എന്നാൽ ശബ്ദിക്കാൻ കഴിയാത്ത വിധം നാവ് കുഴഞ്ഞുപോയി. ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പതുക്കെ പതുക്കെ എൻ്റെ ബോധം മറഞ്ഞു. പക്ഷെ അത്തവണയും എൻ്റെ ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടു. ഹോട്ടൽ ജോലിക്കാരാണ് ചതി ചെയ്തത്. വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലാക്കപ്പെട്ടു. ഫ്ലോറിഡയിലെ പോലീസ് എനിക്കെതിരെ 4 ഡസനോളം കേസുകൾ ചാർജ് ചെയ്തിരുന്നു. പഴയ ചില അടിപിടി കേസുകൾ ഉൾപ്പെടെ. അങ്ങനെ ജയിൽവാസമെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. ആയിടയ്ക്ക് കാലിഫോർണിയയിൽ നിന്നും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ലൈറ്റ്നിംഗ് മെയിലിൽ നന്നേ ചെറിയൊരു പരസ്യം എൻ്റെ ശ്രദ്ധയാകർഷിച്ചു. എസ്റ്റേറ്റിലേക്ക് മാനേജരായി ഒരാളെ ആവശ്യമുണ്ടെന്നതാണ് പരസ്യം. എസ്റ്റേറ്റ് റോക്കിയുടെ അടിവാരത്ത്, വാഹന സൗകര്യമൊന്നുമില്ലാത്ത ഏതോ വിജന പ്രദേശത്താണ്. ഭാരിച്ച ശമ്പളം, ജോലിക്ക് വേണ്ടുന്ന യോഗ്യതകൾ, സാമാന്യ വിദ്യാഭ്യാസവും അസാമാന്യ ധീരതയും നല്ല ആരോഗ്യവും യുവത്വവുമാണ്. ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 13 ബിസ്മാർക്കിലെ ഗോമറി സ്ട്രീറ്റിലുള്ള 1313 നമ്പർ കെട്ടിടത്തിൽ ഇൻ്റർവ്യൂവിനായി എത്തിച്ചേരണം. സാധാരണ അമേരിക്കൻ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന ജോലിയല്ല അത്. അസാമാന്യ ധീരത എന്ന ഡിമാൻഡിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് ആർക്കും തോന്നും. ജനവാസമില്ലാത്ത സ്ഥലം, കമ്പനിയുടെ പേരോ വ്യക്തമായ വിലാസമോ ഇല്ല. പരസ്യം തീരെ ചെറുതും വിചിത്രവും ദുരൂഹവും. സാധാരണഗതിയിൽ ഈ പരസ്യത്തിന്മേൽ ജീവൻ പണയം വെച്ച് കളിക്കാൻ ആരും തയ്യാറാവുകയില്ല. സാഹസികത എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഇതിൽ സാഹസികത്തിന് അല്പം വക കാണുന്നുമുണ്ട്. ധൈര്യം വേണമെങ്കിൽ കുറേ ജാസ്തിയും. സെപ്റ്റംബർ 9 ഞാൻ ബിസ്മാർക്കിലെത്തി. ഗോമറി തെരുവിലെ 1313 നമ്പർ കെട്ടിടം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഉയരം കൂടിയ മതിലുകളുള്ള ഒരു പഴഞ്ചൻ കെട്ടിടം. കെട്ടിടത്തിനു ചുറ്റും മരങ്ങൾ പടർന്ന് ഇരുണ്ട അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ശ്മശാനത്തിൽ പണിത വീട് പോലെ അതിന് ചില നിഗൂഢതകളുണ്ടെന്ന് തോന്നുമായിരുന്നു. ആ വീടിനടുത്ത് വേറെ വീടുകളില്ല. ഞാൻ ആ വീടിനെക്കുറിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. സമീപവാസികൾക്ക് ആ വീടിനെ സംബന്ധിച്ചും ഭീതിയും അന്ധവിശ്വാസവും ഉണ്ടെന്നറിഞ്ഞു. അതേക്കുറിച്ച് പല കഥകളും അവർക്ക് പറയാനുണ്ടായിരുന്നു. അവിടെ നിന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലും നിലവിളിയും കേൾക്കാറുണ്ടത്രേ. പ്രേതഭവനം പോലെയാണ് അവരതിനെ കരുതിയിരുന്നത്. ഞാനതൊന്നും വകവെച്ചില്ല. 9 മുതൽ 13 വരെ എല്ലാ ദിവസവും ഞാൻ ആ വീടിൻ്റെ ഉയരം കൂടിയ ഗേറ്റിന് മുൻപിൽ ചെന്ന് നോക്കും. അത് എല്ലാ ദിവസവും പൂട്ടിത്തന്നെ കിടന്നു. എന്നാൽ 13 രാവിലെ ചെന്നപ്പോൾ ഗേറ്റ് തുറന്നിരിക്കുന്നത് കണ്ടു. ഞാൻ ആകാംക്ഷയോടെ ഇരുണ്ട മരങ്ങൾക്ക് കീഴിലൂടെ ജീർണിച്ചു തുടങ്ങിയ ആ പഴഞ്ചൻ കെട്ടിടത്തിലേക്ക് പോയി.
ആദ്യത്തെ മുറിയിൽ ഏതാനും ഇരിപ്പിടങ്ങളും മേശയും കണ്ടു. എന്നെ കൂടാതെ 3 ഉദ്യോഗാർത്ഥികൾ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. ഒരാൾ പോർട്ട്ലൻഡുകാരനാണ്, വിവാഹിതൻ, 30 വയസ്സ് പ്രായമുണ്ടാകും. രണ്ടാമത്തെയാൾ സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്നുള്ള ഒരു ബൊഹീമിയൻ വംശജൻ. മെലിഞ്ഞു നീണ്ട അയാൾ വലിയ ശമ്പളം മോഹിച്ച് എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെയാൾ കാലിഫോർണിയക്കാരനാണ്. അയാൾ അധികം സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അടുത്ത മുറിയിൽ പൊട്ടിപ്പൊളിഞ്ഞ മേശയ്ക്ക് പിറകിലായി പഴയ മാതൃകയിലുള്ള തടിക്കസേരയിൽ മെലിഞ്ഞുണങ്ങിയ ഒരു കിഴവൻ കറുത്ത ഓവർകോട്ടിനുള്ളിൽ കയറിയിരുന്ന് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ചത്ത മീനിൻ്റേത് പോലുള്ള ആ കണ്ണുകൾ ഞങ്ങളെ ഒഴിഞ്ഞു. ചെമ്പിച്ച കുറ്റിത്തലമുടിയും നീണ്ടു വിരുവശത്തെയും ചിറകുപോലെ വിടർന്ന നാസികയും ഉണങ്ങിയ തുകൽ കഷ്ണങ്ങൾ ചേർത്തു വെച്ചതുപോലെയുള്ള ചുണ്ടുകളും കുഴി പോലെ ഒട്ടിയ വടുക്കളും ചുളിവുകൾ വീണ കവിളും മെലിഞ്ഞു നീണ്ട കഴുത്തും എല്ലാം കൂടി അതൊരു കഴുകൻ മുഖം പോലെ തോന്നിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് വന്നു. ഉണങ്ങിക്കൊള്ളിച്ച അയാളുടെ കൈകാൽ വിരലുകളിൽ നിന്നും കറുത്ത നഖങ്ങൾ നീണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അയാൾ പോർട്ട്ലൻഡുകാരനെ കൂട്ടിക്കൊണ്ട് അടുത്ത മുറിയിലേക്ക് കയറിപ്പോയി. വാതിലടഞ്ഞു. നിമിഷങ്ങൾക്കകം ഒരു നിലവിളി കേട്ടു. ഞങ്ങൾ പരസ്പരം നോക്കി. വാതിൽ തുറന്ന് പോർട്ട്ലൻഡുകാരൻ പുറത്തേക്ക് വന്നു. പിശാചിനെ കണ്ടതുപോലെ അയാൾ വിളറി വാടിത്തളർന്ന് കാണപ്പെട്ടു. ഒരക്ഷരം മിണ്ടാതെ അയാൾ ഇറങ്ങി ഗേറ്റ് കടന്ന് ഗോമറി തെരുവിലേക്ക് പോയി. കിഴവൻ ബൊഹീമിയൻ വംശജനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. വീണ്ടും വാതിലടഞ്ഞു. അയാളുടെയും നിലവിളി ഞാൻ കേട്ടു. നിമിഷങ്ങൾക്കകം വിറച്ചുകൊണ്ട് വാതിൽ തുറന്ന് അയാൾ ഇറങ്ങി വന്നു. മുഖത്ത് ചോരമയമില്ല. അയാൾ ദയനീയമായി ഞങ്ങളെ നോക്കിയിട്ട് പോകരുതെന്ന് ആംഗ്യം കാട്ടി. കിഴവൻ പെട്ടെന്ന് മുന്നോട്ട് ചാടി അയാളെ തള്ളി പുറത്താക്കി. അയാളും തെരുവിലേക്ക് പോയി. അടുത്ത ഊഴം എനിക്കാണ്. കിഴവൻ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ അയാളെ അനുഗമിച്ചു. വാതിലടച്ച ശേഷം അയാൾ എന്നെ ഒരു ഇടനാഴിയിലേക്ക് ആനയിച്ചു. അതിനുള്ളിൽ ഇരുട്ടായിരുന്നു. ഇടനാഴിയുടെ കവാടം വലിയ ശബ്ദത്തോടെ അടഞ്ഞു. കിഴവന്റെ കൈകൾ എന്നെ സ്പർശിച്ചപ്പോൾ മഞ്ഞുകട്ടയുടെ തണുപ്പ് അനുഭവപ്പെട്ടു. കിഴവന്റെ ചത്ത കണ്ണുകൾ ആ ഇരുട്ടിൽ തീക്കനൽ പോലെ ജ്വലിച്ചു. എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ 2 തവണ ആത്മഹത്യ ചെയ്യാൻ പോയ ഞാൻ എന്തിനും ഭയപ്പെടണം? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മാർട്ടിൻ, എൻ്റെ ആത്മഹത്യാശ്രമം വിജയിച്ചിരുന്നെങ്കിൽ ഈ കഥ കേൾക്കാൻ നിങ്ങളിപ്പോൾ ജീവനോടെ ശേഷിക്കുമായിരുന്നില്ല. ഞാനന്ന് മരിക്കാതിരുന്നത് എത്ര നന്നായി എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. വിധി എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്കിവിടെ നിർവഹിക്കാനുണ്ടായിരുന്നു. ലോകത്തിൽ മറ്റാരെക്കൊണ്ടും സാധിക്കാത്ത അതിഭയങ്കരമായൊരു ദൗത്യം. അടുത്ത ഭാഗം നാളെ.